ഞാനിത് ഇന്നിപ്പോ പാലായി പോയിട്ട് വന്ന വഴിക്ക് ഞാൻ ലോട്ടറി എടുത്തോണ്ടായിരുന്നു പോരുന്നതേ. ഉം. അപ്പൊ ഇപ്പൊ സാറ് ലോട്ടറിയുടെ ക്ലാസ് ഞാൻ ട്രെയിനിനകത്ത് വെച്ച് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ട്രെയിനിനകത്ത് വെച്ച് തന്നെ ഞാൻ ക്ലാസ് കേട്ടോണ്ടാ വന്നത്. ഇപ്പൊ ഞാൻ വീട്ടിൽ വന്ന് മെഡിറ്റേഷൻ സമയത്ത് ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് ഈ ലോട്ടറി എന്റെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഉം. എന്നിട്ടാ ഞാൻ എഴുതിക്കൊണ്ട് ലോട്ടറി നോക്കിയപ്പോ 500 രൂപ അടിച്ചിട്ടുണ്ട്. അതെ, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സക്സസ് സ്റ്റോറി കേൾക്കുന്നത്. അതായത് എടുക്കുകയും ചെയ്തു അടിക്കുകയും ചെയ്തു 500 രൂപ അല്ലേ. അടിക്കുന്നു. ഇനി ഇത് 5000. അതുപോലെ എന്റെ ഫാമിലി ലൈഫ് സത്യം പറഞ്ഞ ഒരു മിറക്കിൾ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഉം. അപ്പൊ പക്ഷെ ഇത് നമ്മൾ ആർക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് നല്ല പോസിറ്റീവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ഒരു 30 എനിക്കൊരു 30 ഏജ് ആയതിനു ശേഷം ലൈഫിൽ ശരിക്കൊരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരു മിറക്കിൾ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുവരെ ഉണ്ടായ ഒരു ലൈഫ് അല്ല അത്. മകന് ഖത്തറിലാണ്. അപ്പൊ എനിക്ക് സാലറി കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം. അപ്പോ അതില് മകനക്ക് ഇപ്പൊ സാലറി അടുത്ത മാസം കൂട്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് മകനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് നന്ദിയുണ്ട് ഉം. സാറിനോടും ശക്തിയോടും. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ലോട്ടറി മാനിഫെസ്റ്റേഷൻ്റെ വളരെ പവർഫുള്ളായ ഒരു ടെക്നിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പല കാര്യങ്ങളും, അത് റിലേഷൻഷിപ്പ്, പണം, അതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത്, പലരും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഞാനിവിടെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. പലരും പറയാറുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫേക്കാണ്. സത്യമാണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫേക്കാണ്. ഞാൻ തന്നെ അംഗീകരിക്കാറുണ്ട്. അത് എപ്പോഴാണ് ഫേക്ക് ആകുന്ന അറിയാമോ? അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടാണ് പലരും അറിയുന്നത് അല്ലേ. അതിൽ പറയുക ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ് എന്നുള്ളതാണ്. അഥവാ യൂണിവേഴ്സിലൂടെ നമ്മൾ ചോദിക്കുക, വിശ്വസിക്കുക, അതിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. അതിൽ വേണ്ടതാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അതാണ് പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ ഒരു ഫേക്കാണ് എന്നൊക്കെ പറയുന്നത്. അതായത് നിങ്ങളൊരു പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. എല്ലാത്തോടത്തോളം കാലം നിങ്ങൾ വെറുതെ കുറേ വിഷ്വലൈസേഷൻ ചെയ്യും, അഫർമേഷൻസ് ചെയ്യും, പക്ഷേ നിങ്ങൾ ആക്ഷനിലേക്ക് എത്തില്ല. ഞാൻ തന്നെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഏതെങ്കിലും ഒരു ടെക്നിക്കോ ഒരു ടൂളോ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. ഇപ്പം ഞാൻ ട്രെയിനിങ് മേഖല, എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു മേഖല, അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ്റെ ഒരു ഭാഗം മാത്രമാണിത്, ഈ ട്രെയിനിങ് മേഖല. അല്ലാതെ ഏകദേശം ഒരു 4-5 ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നതും ലൈവ് ക്ലാസ്സിൽ തന്നെ കുറച്ച് ചുരുക്കിയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത്. കാരണം വേറെ ബിസിനസ്സുകളുണ്ട്, ഇത് എനിക്കൊരു ഹാപ്പിനെസ് നൽകുന്നുണ്ട്. മീൻസ് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഹാപ്പിനെസ് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നടത്തുന്നത്. ഇപ്പം നമ്മളെ സ്റ്റുഡൻസായ സുജാർ മോഹൻ, ആശ ജി കുമാർ, അതോടൊപ്പം തന്നെ വിബി അരുൺ, അവരെല്ലാം തന്നെ ഇതിനെ അതായത് ഇതിനെ മെയിൻ പ്രൊഫഷനായിട്ട് കാണുന്നു. അന്നേരം അവർക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് മേഖലയിലേക്ക് എങ്ങനെയാണ് പണം വരുന്നത്? അവർ ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ എന്തിനും നമ്മൾ ആക്ഷൻസ് നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ ലോട്ടറി മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറയുന്നതിന് മുൻപായി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ മാനിഫെസ്റ്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അത് ചെറുതാവാം വലുതാവാം, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ സൗജന്യ ക്ലാസ്സിൽ നൽകുന്ന ഒരു അവസരമാണ്. 5 പേർക്ക് ഈ അവസരമുണ്ട്. നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാന്നെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ആരാണ് വരുന്നത്? നിങ്ങൾ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ മാനിഫെസ്റ്റ് ചെയ്ത അത് ചെറുതോ വലുതോ ആട്ടെ, ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാന് ബീന ബാബു. ആ, ക്യാമറ ഓൺ ചെയ്തോളൂ. സർ, ഞാൻ ബീന ബാബു. സർ, 11 ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ സർ? അത് ഞാൻ മലയോളം കുന്നോളം ശരിക്കും എഴുതിയാ കുന്നോളം. അതെ, ബീന ഒന്നും കൂടി ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. 11 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സാറ്? അപ്പൊ 11 days. അപ്പൊ പക്ഷെ എനിക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഞാൻ 1 lakh ആണ് അതിൽ എഴുതിയിരുന്നിട്ട് സാറ് പറഞ്ഞായിരുന്നു പെട്ടെന്ന് കിട്ടണ ഒരു ഇത് എഴുതാൻ. അപ്പൊ 1 lakh എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 1 lakh എഴുതിയിരുന്നത്. പക്ഷെ എനിക്ക് 1 lakh വന്നു എന്റെ അക്കൗണ്ടിലേക്ക്. പക്ഷെ അഗെയിൻ അതൊരു ലൈബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ അത് ഓക്കെ ആണോ അങ്ങനെ? അല്ല, അത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് അത് ഇതിന്റെ കൂടെ എനിക്ക് കിട്ടി. അതെ, 1 ലക്ഷം അല്ല, 1 ലക്ഷം രൂപ അത് കിട്ടി. പക്ഷെ എനിക്ക് കിട്ടി. അത് ലൈബിലിറ്റി അഗെയിൻ അത് ഞാൻ കൊടുക്കണം. അത് ശരിയാണോ?
അതെ അത് അത് അതാ പറ്റി നോക്കിയത്. അതെനിക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട് അപ്പൊ അതിന്റെ അതെ കൂടെ. ക്വസ്റ്റ്യൻസിന്റെ മറുപടി എന്ന് വെച്ചാൽ ഒന്ന് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1,00,000 രൂപയാണ് ആഗ്രഹിച്ചത്, അത് വന്നു. പക്ഷെ ആ 1,00,000 രൂപ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണമെന്ന കാര്യം സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉം. കേട്ടോ. ഓക്കെ, ഇനി വേറെ ഒക്കെ എന്താ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാം. അല്ല പക്ഷെ സാറ് അങ്ങനെയല്ലേ സാർ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ സാർ ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ട്? അല്ല ഡൗട്ട്സ് അല്ല, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാം. ഹലോ സർ. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ കയറുന്നത്. ആ ഞാൻ കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഞാൻ സാറിന്റെ എല്ലാ പരിപാടികളും കാണാറുണ്ട്. ആ അങ്ങനെയാണ് സാർ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഓക്കെ. എന്തൊക്കെയാണ് ക്ലാസ്സുകളെന്ന് എനിക്കറിയില്ല, എങ്കിലും സാറിന്റെ മെഡിറ്റേഷനും യൂട്യൂബിലുള്ള എല്ലാ സംഭവവും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് താങ്ക്സ്. ഭയങ്കര സന്തോഷമുണ്ട് സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നീ ആരുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തെന്നുള്ളത്. ആരെ 5 പേർക്ക് മാത്രമാണ് അവസരം. ഹലോ പറഞ്ഞോളൂ. സാർ, എൻ്റെ പേര് അശ്വതി എന്നാണ്. ആ ഞാൻ ഒരു 5 years ആയിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇത് ഉപയോഗിക്കുന്ന ഒരാളാ. അത് ഇപ്പൊ പണം എന്നുള്ളത് മാത്രമല്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഈ മാനിഫെസ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിച്ച ജോലി, അതുപോലെ എൻ്റെ ഫാമിലി ലൈഫ്, സത്യം പറഞ്ഞ ഒരു മിറക്കിൾ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ പക്ഷെ ഇത് നമ്മൾ ആർക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കൊന്നുമില്ല. പക്ഷെ എനിക്കിത് നല്ല പോസിറ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ഒരു എനിക്കൊരു 30 ഏജ് ആയതിനു ശേഷം ലൈഫിൽ ശരിക്കൊരു എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു മിറക്കിൾ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുവരെ ഉണ്ടായ ഒരു ലൈഫ് അല്ല അതിനുശേഷം ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. മെയിനായിട്ട് ഞാൻ രാവിലെ രാത്രിയിലും യൂണിവേഴ്സിനോട് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറയും. എനിക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ്, എനിക്ക് വന്നു ഭവിച്ചിട്ടുള്ള ഓരോ അനുഭവങ്ങൾക്ക്, അത് നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങൾക്കും. ഓരോ അനുഭവങ്ങൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, ഓരോ ടീച്ചേഴ്സ് ആണ് നമുക്ക് ഓരോ അനുഭവങ്ങൾ. അപ്പൊ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ അനുഭവങ്ങൾക്ക് എല്ലാത്തിനും ഈച്ച് ആൻഡ് എവ്രി വണ്ണിന് ഞാൻ ഡെയിലി യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. അപ്പൊ അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ എന്റെ ലൈഫ് മാറുന്നതായിട്ട് എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്റെ സാഹചര്യങ്ങൾ മാറുന്നു, സിറ്റുവേഷൻസ് മാറുന്നു, ലൈഫിലേക്ക് ഹാപ്പി വരുന്നു, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടുന്നു, ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു കുഞ്ഞ് എനിക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ലൈഫ് മൊത്തത്തിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് ഭയങ്കര പവർഫുൾ ആണ്. എനിക്കത് എന്താ പറയാ, യൂണിവേഴ്സിനോട് എല്ലാ കാര്യത്തിനും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, എനിക്ക് തന്നിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സിനും. ഒരു പൈസക്ക് വേണ്ടിയിട്ടെന്നുള്ളതല്ല, നമ്മുടെ അല്ലല്ല, അത് ലൈഫിൽ അത് മാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് പല കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കാര്യങ്ങളില്ല പങ്കുവെക്കുന്ന അനുസരിച്ച് നമ്മളുടെ അത് നൽകിക്കൊണ്ടിരിക്കും. പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നും ഷെയർ ചെയ്യില്ല, ഒന്നും നൽകില്ല, എന്നാൽ അവർക്കൊന്നും തന്നെ ലൈഫിൽ ചേഞ്ചസ് വരില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, നിങ്ങൾ സ്റ്റോറീസ് ഷെയർ ചെയ്യും നമ്മുടെ ഗ്രൂപ്പ് വഴി. അന്നേരം ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ ചേഞ്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പങ്കുവെക്കാൻ തുടങ്ങിയ ശേഷമാണ്. ഇപ്പം പലരും ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുമോ, എൻ്റെ പല ട്രെയിനേഴ്സും പറയാറുണ്ട്, അനുവിൻ്റെ നീ ഈ ഫ്രീ ക്ലാസ് വെറുതെ കൊടുക്കാൻ പാടില്ല. കാരണം അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞ് പെയ്ഡ് ക്ലാസ്സിലേക്കും നടക്കും. ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഫ്രീ ക്ലാസ് എല്ലാവർക്കും ഇപ്പോൾ 100 രൂപ, ചില ആൾക്കാർ സക്സസ് സ്റ്റോറി അയക്കുന്നതിന് പറയും ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലായിരുന്നു, ലോ ഓഫ് അട്രാക്ഷൻ അനുവിൻ സാറിൻ്റെ വീഡിയോസ് കണ്ടു അല്ലെങ്കിൽ അനുവിൻ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇന്നൊരു കാര്യം ചെയ്താൽ എനിക്കൊരു 1000 രൂപ അല്ലെങ്കിൽ 100 രൂപ കിട്ടിയെന്നുള്ളത്. ഞാൻ അവരെ സംബന്ധിച്ചിടത്തോളം ആ 100 രൂപ എന്ന് പറയുന്നത് വളരെ വലിയൊരു തുകയായിരിക്കും. അന്നേരം അതിൻ്റെ ഒരു മീഡിയമായി മാറുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും സന്തോഷം. എന്തായാലും നിങ്ങളെ സക്സസ് സ്റ്റോറി വോയിസ് ആയിട്ട് അയച്ചോളൂ, 772 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് അയച്ചോളൂ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക്സ് സോ മച്ച് കേട്ടോ. എന്തായാലും മറക്കാതെ അയച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നീ വേറെ നീ 4 പേർക്കും കൂടിയാണ് അവസരം ഉള്ളത്. അത് ചെറുതോ വലുതോ ആട്ടെ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പറഞ്ഞോളൂ. സാറിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ടെൻഡൻസി വരും. അതിലേക്ക് നമ്മൾ ഓരോ ചുവട് എടുത്തു വയ്ക്കും. എനിക്ക് അങ്ങനെയാട്ടോ, പണ്ടൊന്നും അങ്ങനെ ഒരു തോന്നുന്നു, അങ്ങനെ ഒരു വികാരമേ മനസ്സിലുണ്ടായിട്ടില്ല, ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണം അങ്ങനെയൊന്നും. ഇപ്പൊ എനിക്ക് അതെല്ലാം എന്താ
ഭയങ്കരമായിട്ട് ഒരു ക്രേസ് ആയിട്ടാണ് അതിപ്പോ തോന്നി തുടങ്ങിയത്. അപ്പൊ സാറിന്റെ ക്ലാസ് കേറിയതിനു ശേഷമാണ് എനിക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് അതെ, ഒക്കെ ഇദ്ദേഹം ഉണ്ടായിരുന്നത്. അലൈൻമെന്റ് മാസ്റ്ററി, നമ്മളിപ്പോൾ അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് രാവിലെയും വൈകിട്ടായിട്ട്. അതിൽ കറക്റ്റായിട്ടുള്ള ഹീലിംഗ് പ്രോസസ്, എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ മണി മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ള പറയുന്ന ടോപ്പിക്സ്, ഡെയിലി മെഡിറ്റേഷൻസ്, ഡെയിലി 2 ബാച്ചായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ മോർണിംഗ് ബാച്ചല്ലേ നിങ്ങൾ? അതെ അതെ. മോർണിംഗ് ബാച്ചിൽ ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ഓക്കെ വേറെ ആരാ ഉള്ളത്? സാറേ എന്റെ പേര് സൈനബ എന്നാണ്. ആ, പറഞ്ഞോളൂ നിങ്ങളുടെ ലൈഫിലെ ചേഞ്ചസ്. ആ അത് ഞാനിപ്പോ ഒരു വർഷമായി ഞാൻ സാറിന്റെ ക്ലാസ്സും പിന്നെ നമ്മളെ സുധാർമോന്റെ ക്ലാസ്സൊക്കെ അപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ മാനുഫെസ്റ്റിൽ ചെയ്ത് മകന് ഖത്തറിലാണ്. അപ്പൊ എനിക്ക് സാലറി കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാനുഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതില് മകനക്ക് ഇപ്പോ സാലറി അടുത്ത മാസം കൂട്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് മകനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് നന്ദിയുണ്ട്. സാറിനോടും സത്യയോടും യൂണിവേഴ്സിനോടും എല്ലാം നന്ദിയുണ്ട്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ 5-6 മാസമായി ഞാൻ നിരന്തരം സാറിന്റെ ക്ലാസ്സിൽ ഞാൻ സാറ് പറഞ്ഞ അതേപോലൊക്കെ ചെയ്യുന്നുണ്ട്. 2 നേരം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എല്ലാതും സാറ് പറഞ്ഞ പോലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. സാറിനോടും യൂണിവേഴ്സിനോടും നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, നീ 3 പേർക്കും കൂടി ഷെയർ ചെയ്യാം. നീ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. ഒന്ന് ഹാൻഡ് ഹലോ, പറഞ്ഞോളൂ സാർ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്തോളൂ. അയ്യോ ഞാൻ പുറത്തായിരുന്നു സാർ. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. പറഞ്ഞോളൂ സാർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിലൊന്നും തീരെ ഒരു വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു എന്റെ അമ്മയാണ് ഇതിനെ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. സുജാർ മോഹൻ സാർ മാമിന്റെ ക്ലാസ് ആയിരുന്നു ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അപ്പോ ആ മാം ഞങ്ങളൊരു 1 വീക്കായിട്ട് ഞങ്ങൾ തുറന്നു പോയി. അപ്പൊ അതിൽ കിട്ടിയൊരു മാറ്റം, നല്ലൊരു മാറ്റമായിരുന്നു. എനിക്കൊരു ജോബ് കിട്ടി. എനിക്ക് ഇപ്പൊ വീട്ടുകാരോടായാലും ശരി, ആരോടും സംസാരിക്കുന്ന റിലേഷൻഷിപ്പിലായാലും ശരി, എല്ലാത്തിലും നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നല്ലൊരു മാറ്റം എനിക്ക് കിട്ടിയിരുന്നു. പക്ഷെ അതെനിക്ക് ഹലോ പറഞ്ഞോളൂ. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എനിക്ക് ആ ഒരു വർക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിന്ന് ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അഫർമേഷൻ ചെയ്യുന്ന ചെറിയൊരു ബ്രേക്ക് വന്നു. അപ്പൊ അതിനോട് ശേഷം എനിക്ക് ആ ഒരു ഫ്ലോ എല്ലാം പോയി. എന്ന് വെച്ചാൽ എന്റെ റിലേഷൻഷിപ്പ് സൈഡിൽ പോയി, എന്റെ എല്ലാം കൂടി ഒരു ഓവർ തിങ്കിങ് അടിക്കുക, എല്ലാം കൊണ്ട് എനിക്ക് ഒരു മൈൻഡ് ആകെ ഡിസാസ്റ്ററാണ്, ആകെ ഒരു വല്ലാത്തൊരു പ്രശ്നത്തിലാണ് ഇപ്പൊ ഞാനിങ്ങനെ കൊണ്ടുവരുന്നത്. സാറിന്റെ ക്ലാസ്സുകൾ ഇപ്പൊ അങ്ങനെ കാണുന്നുണ്ട്. കഴിഞ്ഞ രാവിലെ ആയാലും ശരി, വൈകുന്നേരം ആയാലും ശരി, ഇങ്ങനെ ക്ലാസ്സുകൾ നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഉറക്കം കിട്ടാത്ത പ്രശ്നങ്ങൾ, ഉറക്കം ഒരു 3:30-4 മണിയാകുമ്പോൾ നിൽക്കും. അപ്പൊ ആ ടൈമിൽ ഞാനൊന്ന് ബുക്കുകൾ വായിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ എൻഗേജ് ആവും. എന്നാലും ഒരു ഓവർ തിങ്കിങ്, അതേപോലെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോ ഇത് അഫർമേഷൻ കാര്യത്തിൽ വിശ്വസിച്ച മാറ്റം ഉണ്ട് എനിക്ക് അറിയാം. പക്ഷെ ഓവർ തിങ്കിങ് അടിച്ചിട്ട് എനിക്ക് തന്നെ ഒരു ഇത് വരികയാണ്, ഡൗട്ട് തന്നെ വരികയാണ്. ഇത് ശരിയാവുമോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ ഒരുമാതിരി കുറച്ചായി ഇപ്പൊ ഇത് തുടങ്ങിയിട്ട്. സാറിന് ഇപ്പൊ അടുത്ത ക്ലാസ് ഇനിയിപ്പോ എന്നാ തുടങ്ങുക? 11-ാം തീയതി. സുജാർ മോഹൻ നമ്മുടെ സ്റ്റുഡന്റ് ആണ്. സുജാർ മോഹൻ അദ്ദേഹം തന്നെ കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മളെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത്. അദ്ദേഹം കിടപ്പിലായിരുന്നു, ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളായിട്ട്. അത് ഇങ്ങനെ നമ്മളെ യൂട്യൂബിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അന്നേരം നമ്മളെ ഉള്ളിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്ത് കുറേ ട്രോമാസ്, ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം സുജാ ആർ മോഹൻ, അതേപോലെ തന്നെ ആശാജി കുമാർ, അങ്ങനെ കുറേ ട്രെയിനേഴ്സ്, അതോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളെല്ലാം തന്നെ വരുന്ന സമയത്ത് അവരെ കുട്ടിക്കാലത്ത്, ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഇനീഷ്യൽ ടൈം ക്ലാസ്സിൽ മറ്റുള്ളവരെ ക്ലാസ് പങ്കെടുക്കുന്ന സമയത്ത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് അഫർമേഷൻസ് പറയാം, കുറച്ച് സ്വിച്ച് വേർഡ്സ് പറയാം, വാട്ടർ മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ, ഇങ്ങനെ ഇതേപോലെ തന്നെ വിഷ്വലൈസേഷൻ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള കാര്യമാണ് ഞാൻ വിശ്വസിച്ചത്. അതിൽ ചെയ്തു എനിക്ക് ചെറിയ റിസൾട്ട് ഉണ്ടായി. ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്. മൈൻഡ് സെറ്റിന് എനിക്ക് ഒരിക്കലും സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ല. മീൻസ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഒരു സപ്പ് ഉണ്ടാവും, അടുത്ത ദിവസം നേരെ താഴെ വീഴും. അന്നേരം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നു, ഇത് ഫേക്ക് ആണോ? ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നടക്കുന്നില്ല. അൾട്ടിമേറ്റായിട്ട് നമുക്ക് വേണ്ടത് ഹാപ്പിനെസ് ആണ്, ഇന്നർ ഹാപ്പിനെസ് ആണ് വേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇന്നർ ചൈൽഡ്, ഇപ്പോൾ റേക്കി, പ്രാണി ഹീലിംഗ്, അതോടൊപ്പം തന്നെ കുറേ തെറാപ്പി സെക്ഷൻസിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വന്നു. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് കുറേ സാമ്പത്തികമായിട്ടുള്ള ട്രോമാസ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ ബ്രോക്കൺ, എൻ്റെ അച്ഛനും അമ്മയും തമ്മിലൊരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആയിരുന്നു.
അതോടൊപ്പം തന്നെ കുട്ടിക്കാലത്ത് കുറേ രീതിയിലുള്ള ഫിസിക്കൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട് കൂട്ടുകാരിൽ നിന്ന്. അതെല്ലാം എൻ്റെ ഉള്ളിൽ ആ ട്രോമ അടുക്കി വെച്ചതിന് ശേഷം എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വരുന്നില്ല. മീൻസ് ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കിയാൽ കുറച്ച് ചേഞ്ചസ് വന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്യാൻ തുടങ്ങി. ആ ഹീലിംഗ് തുടങ്ങിയ ശേഷമാണ് എൻ്റെ ലൈഫിൽ മാറ്റം വന്നത്. അതാണ് നമ്മളെ ക്ലാസ്സിലെല്ലാം തന്നെ, നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് മനസ്സിലാവും, നമ്മൾ ഫ്രീ ക്ലാസ് ആവട്ടെ പെയ്ഡ് ക്ലാസ് ആവട്ടെ അതിലെല്ലാം മെഡിറ്റേഷനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പം തന്നെ യാമിനി അലൈൻമെൻറ്റ് മാസ്റ്ററി പങ്കെടുക്കുകയാണ്. അദ്ദേഹം വേറൊരു ട്രെയിനറുടെ ക്ലാസ്സിൽ കുറേ പങ്കെടുത്തു. പക്ഷേ അവരൊരിക്കലും പറയുന്നില്ല നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഇപ്പം മണി മാനിഫെസ്റ്റേഷനിൽ ഒരു ടെക്നിക്കോ ഒരു അഫർമേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതിയാവില്ല. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് ലേഡീസ് ആവട്ടെ മെന്നാണെങ്കിൽ ഞാൻ പറയും അഡീഷണൽ ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കണം. അങ്ങനെ യാമിനി തുടങ്ങി. അങ്ങനെ കുറേ പേര്, ഇപ്പം ഷീല നമ്മളെ അലൈൻമെൻറ്റ് മാസ്റ്ററി പങ്കെടുത്താണ്, അദ്ദേഹം സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി, സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം നമ്മളെ ഈ ഒരു ഇന്നർ ചൈൽഡ്, അതായത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം കിടക്കുകയാണെങ്കിൽ നമ്മളെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് അവിടെ ബ്ലോക്ക് ആകുകയാണ് ചെയ്യുക. ഇതാണ് സംഭവം. എന്തായാലും തുടങ്ങുന്ന സമയത്ത് ഞാൻ അറിയിക്കാം. കേട്ടോ ഗൗതം? ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ആ, എനിക്ക് ഇതേപോലെ സാറ് പറഞ്ഞ പോലെ സംശയങ്ങളില്ല, നമുക്ക് ഈ ഒരു ക്ലാസ്സിന് ലാസ്റ്റ് ടൈം ചോദിക്കാം. ഓക്കെ 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 ഓക്കെ. ഓക്കെ. അടുത്ത ക്ലാസ് എന്തായിരുന്നു സാർ തുടങ്ങുന്നത്? 11-ാം തീയതി തുടങ്ങും, അന്നേരം അറിയിക്കാം. അതായത് ഇതുമായി ബന്ധപ്പെട്ട് അതെ അതെ. ഓക്കെ. ഇനി അതായത് വെൽത്ത് ആണോ അതോ ഹെൽത്ത് ആണോ ഏത് എല്ലാത്തിനും ഉൾപ്പെടുത്തിയിട്ടാണ് അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ്. ഓക്കെ. ഇനി താങ്ക് യു സാർ, താങ്ക് യു വെരി ഓക്കെ, മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആർക്കെങ്കിലും, നീ 3 പേർക്കും കൂടിയാണ് അവസരം, നിങ്ങളുടെ ലൈഫിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമസ്കാരം നമസ്കാരം. സാർ. എനിക്ക് ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം എന്ന് വെച്ചാൽ ഞാൻ സുജ മാമിന്റെ ക്ലാസ് നേരത്തെ അറ്റൻഡ് അപ്പോ ആദ്യമൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സങ്കടങ്ങളൊക്കെ വന്നാൽ അതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എന്ത് വന്നാലും അതൊന്നും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു. അതാണ് എനിക്ക് ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിട്ടുള്ള ഒരു ബെറ്റർ ഫീലിംഗ്. നേരത്തെ എന്താ പറഞ്ഞാൽ എന്തിനും ഏതിനും സങ്കടമായിരുന്നു. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓവർ തിങ്കിങ്, അയ്യോ അല്ല അവര് എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഒരു എന്റേതായ കാര്യങ്ങൾ മാത്രം നോക്കാനും ആ മറ്റുള്ളവരുടെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരാനും തുടങ്ങി. പക്ഷെ ചില സമയത്തൊക്കെ വല്ലതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും, എങ്കിലും ഞാനത് പെട്ടെന്ന് തന്നെ മാറ്റും. ആ ഒരു പോസിറ്റീവ് എനിക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടിയിട്ടുണ്ട് സർ. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നീ 2 പേർക്കും കൂടിയും പറയാം. ഹലോ സാർ, പറഞ്ഞോളൂ. ഞാൻ മലപ്പുറത്താണ് സാർ. ഓക്കെ, പറഞ്ഞോളൂ. എന്താണ് ചേഞ്ചസ് വന്നത്? എന്റെ പേര് ഷാഹിനയാണ്. ഞാൻ മിഞ്ഞാന്ന് തുടങ്ങിയതാണ് ക്ലാസ് കേൾക്കല്. അപ്പോ ഈ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലാണ് വന്നത്. യൂട്യൂബിൽ കണ്ടിട്ടാ വന്നത്. സാറിന്റെ ക്ലാസ് മിഞ്ഞാന്ന് തുടങ്ങിയ ഇത് രാവിലെയും വൈകുന്നേരമായിട്ട് ഇങ്ങനെ ഇത് കേട്ട് ഇത് ഇങ്ങനെ ഈ ക്യാഷിന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിലാണ് കേട്ടത്. അപ്പൊ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് 2000 രൂപ പെട്ടെന്ന് തന്നെ കിട്ടി. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതില് ആരോഗ്യം ഇതൊക്കെ കൂടുതലായിട്ട് മെച്ചപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ഇതും എനിക്ക് ഇതിൽ വന്നപ്പോ തോന്നി. ശരീരത്തിലൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ വരവ് തുടങ്ങിയെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കണക്ട് ആയത്. മക്കളുടെ അടുത്തൊക്കെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടുതൽ കുട്ടികളുടെ അടുത്തൊക്കെ നല്ല സ്നേഹത്തിൽ പെരുമാറാനൊക്കെ കഴിയണുണ്ട്. ബന്ധങ്ങളിലായാലും ഇത് 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നേ. അത് 3ഉം ബെറ്റർ ആയിട്ടുണ്ട്. അതെ, താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തതിന്. ഓക്കെ, നീ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടോ? ഒരാൾക്കും കൂടി ഷെയർ ചെയ്യാം. ഹലോ സർ.
പറഞ്ഞോളൂ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓൺ ചെയ്തോളൂ. ഞാൻ സജ്ന, കണ്ണൂർ. സജിന, എന്തൊക്കെയുണ്ട് ഓക്കെ. വിശേഷം? സാറിന്റെ ഫസ്റ്റ് 2021 മുതൽ ഞാനുണ്ട്. എല്ലാ കാര്യവും ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് എപ്പോഴും സക്സസ് സ്റ്റോറീസ് ചെറിയതുണ്ട്. മോളെ പഠിപ്പിന്റെ കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ എന്നും എഴുതി വെക്കും അവിടെ കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കണമെന്ന്. എഴുതി വെച്ച എല്ലാ കാര്യവും വളരെ ഈസി ആയിട്ട് നടക്കലുണ്ട്. മോൾക്ക് ഫീസ് അടക്കാനുള്ള പൈസ 1 ലക്ഷം വേണമെന്ന് വിചാരിക്കുമ്പോ എങ്ങനെയെങ്കിലും അത് റെഡിയാവും. എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ സമയമാകുമ്പോഴത്തേക്ക് ആ പൈസ കിട്ടും. പക്ഷെ എഴുതി വെക്കും എപ്പോഴും നടന്നു കഴിഞ്ഞതായിട്ട്. സാറ് പറഞ്ഞ പോലെ നമ്മളത് നടന്നു കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു, അത് നടന്നു എന്ന് തന്നെ എഴുതി വെക്കുമ്പോ അതിനുള്ള മാർഗങ്ങള് യൂണിവേഴ്സ് തരും. എല്ലാ കാര്യവും ഞാൻ അങ്ങനെയാ ചെയ്യാറ്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. സജിന നല്ലൊരു ബിസിനസ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. കാരണം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാണ്ട് എനിക്കും സ്റ്റോറി ഷെയർ ചെയ്യേണ്ടത്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, എൽസി പോൾസ് ഒരു കാര്യം പിന്നെ ചോദിക്കാം. ഡൗട്ടല്ല, 11 ടെക്നിക്ക് വെച്ചിട്ട് ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്ന് വെച്ചാൽ എന്റെ മോൾക്ക് കോളേജിൽ അഡ്മിഷൻ, അത് ലാസ്റ്റ് ഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഒരൊറ്റ 3 ദിവസത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. 3rd അലോട്ട്മെന്റും കഴിഞ്ഞു, 4th അലോട്ട്മെന്റും കഴിഞ്ഞു. അപ്പൊ ഞാൻ അതിൽ 11 ടെക്നിക്കില് എൻ്റെ മോൾക്ക് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതിന് നന്ദിന്ന് 11 പ്രാവശ്യം എഴുതി വെച്ച ആ ഒരു കാര്യം എനിക്ക് സക്സസ് ആയിട്ട് നടന്നു സർ. അത് പറയാം. എൽസി പോൾസ് ഇടയ്ക്കിടയ്ക്ക് രഞ്ജു. സാർ പറഞ്ഞു. സാർ, എൻ്റെ പേര് രഞ്ജു. എനിക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടി. ഞാൻ 1 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നു സാറിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ ചക്ര മെഡിറ്റേഷനും സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്യുമ്പം വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ആണ് കിട്ടിയിരുന്നത്. ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഒരു നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ആണ് സാർ. അപ്പം ഇനി ഞാൻ ഫോളോ ചെയ്യും സാറിന്റെ ചക്ര മാനിഫെസ്റ്റേഷൻ ബ്ലോഗ്സും ആ ഒരു മെഡിറ്റേഷനും ചെയ്യാറുണ്ട് എല്ലാ ദിവസവും. ബ്രേസ്ലെറ്റിന്റെ മെഡിറ്റേഷൻ ഒന്ന് പറയാനായിരുന്നു. സാർ പറഞ്ഞ ബ്രേസ്ലെറ്റിന്റെ മെഡിറ്റേഷൻ ആണോ? അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് നല്ല ചേഞ്ചസ്. ഇപ്പൊ ഏകദേശം ഒരു 6-7 മാസമായി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല മാറ്റമുണ്ട് എനിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് ഓൺ ചെയ്യാത്തത്. എന്നാലും സാറ് ആ സ്റ്റോറി എന്തായാലും ഇങ്ങനെ ഷെയർ ചെയ്തോളൂ. നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനോ? ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. സാർ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. സാർ, എന്റെ പേര് ലക്ഷ്മി എന്നാണേ. സാർ, ഞാനിപ്പോ ഒരാഴ്ച ആയുള്ളൂ ക്ലാസ്സിൽ ഇങ്ങനെ ജോയിൻ ആയി. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച ആയുള്ളൂ. പക്ഷെ സാറ് പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് ആണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോ ഒരാഴ്ച കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. ആ ഒരു മെഡിറ്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതിഭയങ്കരമായ സന്തോഷമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഓരോ ബ്ലോക്കുകൾ എനിക്ക് മാറി മാറി വരുന്നുണ്ട്. അതൊരു ഭയങ്കര അത്ഭുതം, ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയില്ല, നമുക്ക് തുള്ളി ചാടാൻ തോന്നുന്ന രീതിയിലുള്ള സന്തോഷം എനിക്ക് അനുഭവപ്പെടുന്നു. പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ പുതിയതായിട്ട് ലോകം കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ പുതിയതായിട്ട് കിട്ടുന്ന പോലെ ഉണ്ട്. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ തുടങ്ങി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി എൽസി പോൾസ് അദ്ദേഹത്തിനെയും കൂടി കേട്ടിട്ട് ക്ലാസ്സിലേക്ക് അടക്കുകയാണ്. ഹലോ, പറഞ്ഞോളൂ. ഇനി റീന പറഞ്ഞോളൂ. റീത്ത. ഓക്കെ, പറഞ്ഞോളൂ. ക്യാമറ ഓൺ ചെയ്യാം. ക്യാമറ ഓൺ ചെയ്യുന്നില്ല. ഓക്കെ, കംഫർട്ടബിൾ ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ സാർ കുറെ ആയി സാറിന്റെ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. എനിക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല. മൈൻഡിൽ ചെയ്യും, ഇരുന്ന് ചെയ്യാറൊന്നുമില്ല. ഞാൻ മോൻ ഗൾഫിൽ പോണത് ഞാൻ നല്ല സാലറി ഉണ്ടാവുന്നതൊക്കെ ഞാൻ സങ്കല്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ പോയിന്നുള്ളൂ, പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു പോകുന്നു. പക്ഷെ അവനൊരു കാറ് വാങ്ങുന്നതൊക്കെ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങി അവൻ നന്നായി ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ സങ്കല്പിക്കാറുണ്ടായിരുന്നു. അവന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി. പിന്നെ അവന്റെ കല്യാണം റെഡിയാവാൻ സങ്കല്പിക്കാറുണ്ട്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. എല്ലാത്തിനും ഉപരി ഈ അടുത്ത ദിവസം ഹസ്ബൻഡിന് ഒരു കുറി കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം കുറി ആഴ്ചക്ക് വെക്കുന്നതാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കൊറിയന്റെ പൈസ കൊണ്ട് കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് തന്നെയാണ് കൊറിയ, അത് കിട്ടിയിട്ട് വേഗം ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരികയെന്ന്. തിരിച്ചു വരുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ പറയാം, മെസ്സേജ് വന്നേ 38ാമത്തെ നമ്പർ. അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങളെ നമ്പർ തന്നെയാണ്. അപ്പൊ ഉണ്ട് അവിടുന്ന് വിളിച്ചു പറയുന്നത് അത് നിങ്ങൾക്ക് തന്നെയാ കിട്ടിയത്. എത്ര രൂപ കിട്ടിയത്? 25,000 രൂപേന്റെ. ഓക്കെ, സന്തോഷം. ആ അതെ. അപ്പൊ ഇനി എനിക്ക് മോന്റെ കല്യാണം കഴിയേണ്ട ഒരു വിഷമമുണ്ട്. അത് അല്ല, ഞാൻ അത് നമുക്ക് ക്ലാസ്സിന്റെ മെഡിറ്റേഷൻ ചെയ്തിട്ട് ലാസ്റ്റ് ഡൗട്ട്സ് ക്ലിയറിംഗിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ 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 സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി LC പോൾ കൈ പൊന്തിച്ചിരുന്നു. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ട്, ഷെയർ ചെയ്യാം. ഓക്കെ, ഉണ്ടായിരുന്നോ? ഓക്കെ, LC പോൾസ് റേസ് ഹാൻഡ്സ്. ഓക്കെ, ഷെയർ ചെയ്യണ്ട LC പോളിന്. ഓക്കെ ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അൻവിന്ദ് എന്നാണ്. ഈ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ എന്നെ അറിയിക്കും. ഏകദേശം ഒരു 5 വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ ഇതേപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മേഖല എന്ന് പറയുന്നത് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാഷനാണ് ഇതെന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് പണം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ്, അതായത് പലരും ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് പോലെ കണ്ടിട്ട് വരുന്ന സമയത്ത് ഞാൻ കണ്ടെത്തുന്നത് വെച്ചാൽ എൻ്റെ ഒരു പാഷനാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയുടെ പ്രോബ്ലത്തെയും പരിഹരിക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസ് ആവശ്യമാണ്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് ഒരിക്കലും തന്നെ EFT അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഹീലിങ്ങിനൊന്നും പ്രാധാന്യം കൊടുക്കില്ല. അവർ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞ കാര്യത്തെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. അഥവാ മുദ്രാസ്, മന്ത്രാസ്, അതോടൊപ്പം തന്നെ അഫർമേഷൻസ്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് എൻ്റെ ഏത് ക്ലാസ്സുകളിലും ഉണ്ടാകുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ലൈഫിൽ പണത്തിൻ്റെ കാര്യമാണ്. പണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യമാണ് പണത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ശീലിക്കുക എന്നുള്ളത്. നമ്മൾ എത്രത്തോളമാണോ പണത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ശീലിക്കുന്നത്. ഉദാഹരണത്തിന്, പണം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയെ കാണുന്ന സമയത്ത്, മീൻസ് ഒരു വ്യക്തിക്ക് വലിയ രീതിയിൽ ഉയരുന്ന സമയത്ത് പോലും നമ്മൾ ഉള്ളിൽ ഒരു സന്തോഷം വേണം. നിങ്ങളെ ചുറ്റും ഉള്ള ആൾക്കാർ ഉയർന്ന രീതിയിലേക്ക് മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിൽ മണി ബ്ലോക്ക് വരും. ഞാൻ ഇന്നലെയുള്ള എലൈൻമെൻറ്റ് മാസ്റ്ററി പറഞ്ഞൊരു പോയിൻ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിൻ്റായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും നമ്മളുടെ നില, അല്ലെങ്കിൽ നമ്മളെ ബോധത്തിൻ്റെ നില എന്ന് പറയുന്നത് താന്നിത്താവും. അതായത് നമ്മളെ ഉള്ളിലെ അഹങ്കാരം, അസൂയ എന്ന് പറയുന്ന കാര്യം നമ്മൾ പോലും അറിയാതെ നമ്മളിൽ വളർന്നു വരും. അത് നമ്മളിലൊരു മാനിഫെസ്റ്റേഷന് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഇനീഷ്യൽ ടൈമിൽ ഞാൻ തന്നെ തുറന്നു പറയാറുണ്ട്. ഇനീഷ്യൽ ടൈമിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകൾ ഞാൻ കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ എനിക്ക് തോന്നി ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ വലിയൊരു മാനിഫെസ്റ്ററാണ്, ഞാൻ വലിയൊരു ഡിവൈൻ സോളാണ് എന്ന രീതിയിൽ എൻ്റെ ഉള്ളിലൊരു തോന്നൽ വന്നിരുന്നു. അന്നേരം നമ്മൾ അത് ചിന്തിക്കുന്ന സമയത്ത് എന്തായി, നമ്മളുടെ അഹങ്കാരം, അതായത് നമ്മളൊരു മായ എന്ന് പറയുന്ന കാര്യമില്ലേ, മായ എന്ന് പറയാറില്ലേ, ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കും, നമ്മളിൽ ഒരു ഇല്യൂഷൻ വരും, ഓക്കെ ഞാൻ വലിയ ആയി എന്നുള്ള. അങ്ങനെ ഞാൻ ആ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ബ്ലോക്ക് വരും തുടങ്ങി. അതായത് റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം വന്നു. കാരണം എന്തായി, എനിക്ക് അഹങ്കാരം വർദ്ധിച്ചു. അന്നേരം എനിക്ക് പെട്ടെന്ന് ഒരു അടി കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പിലും നമുക്ക് അഹങ്കാരം വർദ്ധിക്കുന്നതനുസരിച്ച് അടി കിട്ടാൻ തുടങ്ങും. അങ്ങനെ അടി കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് മനസ്സിലായി ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് അവൻ്റെ ഉള്ളിലുള്ള ദൈവികമായ ചൈതന്യം കൊണ്ടാണ്. അതായത് നമ്മളുടെ ഉള്ളിലെല്ലാം തന്നെ ആ ദൈവികമായ ചൈതന്യമുണ്ട്. അന്നേരം ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ക്രെഡിറ്റ്, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തരും മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് ഞാൻ അവർക്ക് നൽകാൻ തുടങ്ങി. മനസ്സിലായോ? അതായത് ഇപ്പം ഇതിൽ ഓരോ വ്യക്തികളും സക്സസ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മീഡിയം മാത്രമാണ് ഞാൻ. അതായത് ഒരു മീഡിയം മാത്രമായിട്ട് ഞാൻ എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളിൽ വെക്കണം. അതായത് ഞാനൊരു മീഡിയമാണ്, ഒരു ഡിവൈൻ എനർജി എൻ്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ എന്നിലൂടെ പാസ് ചെയ്യുന്നത്, എൻ്റെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾ വെച്ചിരിക്കേണ്ടത്. അത് പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവട്ടെ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ ഈഗോ വർദ്ധിക്കും. ഈഗോ വർദ്ധിക്കുന്ന നേരം നമ്മളെ ചക്രങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ റൂട്ട് ചക്ര തന്നെയായിരിക്കും ആദ്യം തന്നെ ബ്ലോക്ക് ആകുക. റൂട്ട് ചക്ര ബ്ലോക്ക് ആകുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ബ്ലോക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനൊരു ദൈവമോ ഒരു സിദ്ധനോ ഒരു മിസ്റ്റിക്കോ ഒന്നും തന്നെയല്ല, ഞാൻ സാധാരണ ഒരു പച്ച മനുഷ്യനാണ്. കാരണം അത് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഞാൻ വലിയൊരു യോഗിയാണ്, വലിയ മിസ്റ്റിക്കാണ്, അല്ലെങ്കിൽ വലിയൊരു മാനിഫെസ്റ്ററാണ്, വലിയൊരു ട്രെയിനറാണെന്ന് ഞാൻ സ്വയം, അതായത് ഞാൻ
പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളത് ബോധ്യപ്പെട്ട് നിങ്ങൾ എന്നിലേക്ക് വരിക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അടുത്തൊരു കാര്യമാണ്, നമ്മളെപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുകയാണെങ്കിൽ അവർ നമ്മളെ വാല്യൂ ചെയ്യും. ഇപ്പോൾ കോഴ്സുകളാവട്ടെ, നിങ്ങളൊരു പ്രൊഡക്റ്റ് ആവട്ടെ, നിങ്ങളുടെ കയ്യിലെ സർവീസ് ആവട്ടെ, നിങ്ങൾ വാല്യുബിൾ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവർ ഇഷ്ടം പോലെ പണം തരും. നേരെ മറിച്ച് നിങ്ങളൊരു വാല്യുബിൾ അല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നതെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് വരും. നേരെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉള്ളിൽ അഹങ്കാരം വർദ്ധിക്കാൻ തുടങ്ങി. അന്നേരം പലപ്പോഴും എനിക്ക് പല രീതിയിലും പ്രശ്നങ്ങൾ അനുഭവിച്ചു. പിന്നെ ഞാൻ മനസ്സിലാക്കി എല്ലാം തന്നെ ഡിവിനിറ്റിയാണ്. അന്നേരം നമ്മളൊരു സമർപ്പണ ഭാവം വന്നു. അതായത് എല്ലാം തന്നെ അവൻ്റെ ഉള്ളിൽ, അതായത് അവൻ്റെ ഉള്ളിലുള്ള ദൈവികമായ ചൈതന്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ദൈവികമായ ചൈതന്യം കൊണ്ട് അദ്ദേഹത്തിന് ഇട്ടി. അതിൽ സമർപ്പണ ഭാവമാണ്. അതായത് ലോ ഓഫ് സറണ്ടർ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ എത്രത്തോളമാണോ നിങ്ങൾ ദൈവികതയിൽ, അതായത് ഇപ്പം ചില ആൾക്കാർ പറയും, പണ്ട് ഏകദേശം ഒരു 2 വർഷം മുന്നേ ഒരു കുറച്ച് ആൾക്കാർ എൻ്റെ ഫോട്ടോ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവർ പൂജാമുറിയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വിളക്ക് കത്തിച്ച് മാലയിലിട്ടിട്ട് വിളക്ക് കത്തിച്ചു. അതെനിക്ക് ചിരി വന്നു. അതായത് അവർ പറഞ്ഞത് സാറ് ദൈവമാണ്. ഞാൻ പറഞ്ഞത് ദൈവമല്ല, ഞാനൊരു ദൈവപുത്രൻ ഒന്നുമല്ല. കാരണം ഞാനൊരു മീഡിയം മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ആരിലാണ് സമർപ്പിക്കുന്നത് എന്നതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് നിങ്ങൾ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ സമർപ്പിക്കാതെ നിങ്ങൾ ഹയർ സെൽഫിലേക്ക്, അതായത് നിങ്ങളിപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാവും, അതിലേക്ക് സമർപ്പിക്കുക. അല്ലാതെ മനുഷ്യരിൽ, ഇന്ന് കാണുന്ന മനുഷ്യരിൽ നമ്മൾ സമർപ്പിക്കാൻ പാടില്ല. കാരണം മനുഷ്യർ എല്ലാം തന്നെ കറപ്റ്റഡാണ്. ഇപ്പം ഞാൻ ഭയങ്കര പ്യൂർ ആയിട്ടുള്ള ഒരു സോളായിട്ട് പറയുന്നില്ല. എന്നുള്ളിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഞാനത് തുറന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉള്ളിൽ ആ ഒരു ദൈവം, ചിലപ്പോൾ അത് അല്ലാഹു ആയിരിക്കാം, കൃഷ്ണനായിരിക്കാം, ക്രിസ്തു ആയിരിക്കാം, ചിലപ്പോൾ യൂണിവേഴ്സും ആയിരിക്കാം. അതിൽ പൂർണ്ണമായ സമർപ്പണം, പൂർണ്ണമായ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. മണി മാനിഫെസ്റ്റേഷൻ്റെ കാര്യം ചെയ്യുന്ന സമയത്ത് പോലും, അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവട്ടെ, എന്തെങ്കിലും ഒരു ഹയർ ആയിട്ടുള്ള ഒരു എനർജിയിൽ നിങ്ങൾ സമർപ്പിക്കണം. പലരും പല രീതിയിലും എന്ത് ചെയ്യാണ്, ആൾക്കാർ ചതിക്കപ്പെടുകയാണ്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ ആകാശത്തിന് മുകളിലോ അല്ലെങ്കിൽ വന്ന് സഹായിക്കുന്ന രീതിയിലാണ്. ഞാൻ വരെ പറയാണ്ട്, ഞാനൊരു സമയത്ത് എല്ലാം തന്നെ തകർന്ന സമയത്ത്, അതായത് ഈ ഇങ്ങനെ കോളേജ് കഴിഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേരം വിശ്വസിക്കും നമ്മളെ സുഹൃത്തുക്കൾ സഹായിക്കും, നമ്മളെ ബന്ധുക്കൾ സഹായിക്കും. എല്ലാം തകർന്ന സമയത്ത് നമുക്കൊരു വഴിയും കിട്ടുന്നില്ല. അന്നേരം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മോട്ടിവേഷൻ പുസ്തകങ്ങൾ, പിന്നെ കുറേ സന്യാസിമാർ, അവരെ കാലിലേക്ക് വീഴുക, അതോടൊപ്പം തന്നെ കുറേ ഉസ്താദന്മാർ അവരെ കാലിലേക്ക് വീഴുക. കാരണം നമ്മൾ ഒരു രക്ഷകനെ തേടി നടക്കുകയാണ്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അവതരിച്ചിട്ട് അവരെങ്കിലും ബ്ലെസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ അനുഗ്രഹിച്ചിട്ട് നമ്മളെ നന്നാക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? പലരും ചെയ്യുന്ന തെറ്റല്ലേ? അമ്പലങ്ങളിലും പോയിട്ട് കരഞ്ഞങ്ങ് ദൈവത്തിൻ്റെ കാല് പിടിച്ചു കഴിഞ്ഞാൽ ദൈവം വന്ന് സഹായിക്കുമെന്ന് ചിന്തിക്കും. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്തത്, അല്ലേ? അതെ സർ, അതെ സർ, അതെ. ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ആരും തന്നെ സഹായിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് സത്യം. അതായത് നമ്മളെന്താ പറയുന്ന സമയത്ത് നമ്മളുള്ളിലുള്ള ദൈവികമായ ചൈതന്യം നമുക്ക് വേണ്ട വഴികളും കാര്യങ്ങളും തന്നെ ഒരുക്കി തരുന്നതാണ്. അതാണ് സത്യം എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്നിൽ, അതായത് ഓരോ വ്യക്തികളും അവനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ പൂർവികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ തലമുറകൾ, അതെല്ലാ രാജ്യങ്ങളിലും ധ്യാനത്തിന്, മെഡിറ്റേഷന് പ്രാധാന്യം നൽകിയിരുന്നു. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെയാണ്, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സുകളിലെല്ലാം തന്നെ മെഡിറ്റേഷന് അത്രയധികം പ്രാധാന്യം കൊടുത്തത്. അതിൽ നമുക്ക് ഈ പണം വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാണോ. ഈ ശാന്തമായ മനസ്സിൽ മാത്രമേ എനർജി ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഊർജ്ജം, അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പണത്തിന് ഊർജ്ജം ആവശ്യമാണ്. ഇപ്പം നിങ്ങൾ ചെയ്യുകയാണ്, നിങ്ങൾ കുറേ ടെക്നിക്സും കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിട്ട് മൊത്തം കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. ഇപ്പം ബീന വരുന്ന സമയത്ത് കുറേ മനസ്സിൽ കുറേ കൺഫ്യൂഷനും കാര്യങ്ങളുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, ഇതിനെല്ലാം ഫോക്കസ് ചെയ്ത് എല്ലാത്തിനും വിട്ടിട്ട് നമ്മളുടെ ഒരു ഇന്നർ സെൽഫിനെ ഹീൽ ചെയ്ത് കൊണ്ടുവരാതെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്നുള്ളത്. അന്നേരം പതിയാണ് അദ്ദേഹത്തിന് മാറ്റം വരാൻ തുടങ്ങിയത്. നമ്മൾ ഈ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു സമർപ്പണമാണ്. അതായത് നിങ്ങൾ വേണമെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാം, എന്തെങ്കിലും പൂർണ്ണമായി സമർപ്പിക്കാം. ഞാൻ വീണ്ടും പറയണം, അത് വ്യക്തികളിലായിരിക്കരുത്. ഇപ്പം കാണുന്ന പല ദൈവങ്ങളും, പല ആൾ ദൈവങ്ങളും, പലരും ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുമെന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചിരുന്നു.
ആരും വന്നില്ല. എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സമർപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ, ചിലപ്പോൾ യൂണിവേഴ്സ് സമർപ്പിച്ചോളൂ. ആ ഒരു സമർപ്പണ ഭാവമാണ് നിങ്ങളിൽ വേണ്ടത്. ആ ഒരു സറണ്ടറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും നിങ്ങളുടെ ആഗ്രഹങ്ങളും വേദനയും എല്ലാം തന്നെ ആ ഒരു ചൈതന്യത്തിൽ, ആ ഒരു യൂണിവേഴ്സിൽ നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ വേദനകളും എല്ലാം തന്നെ സമർപ്പിക്കുക. നമ്മുടെ ഉള്ളിൽ ആ ഡിവൈൻനെസ് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവികത നിൽക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ സമർപ്പിക്കാത്തടത്തോളം കാലം നിങ്ങളിൽ മാറ്റം സംഭവിക്കില്ല. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ വിപස්සന മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം എൻ്റെ ഉള്ളിലുള്ള എല്ലാ വേദനയും ഞാൻ തുറന്നു വിട്ടു. നമ്മുടെ ഉള്ളിലുള്ള വേദനകളെല്ലാം ഇപ്പം ഞാൻ എങ്ങനെ അലൈൻമെന്റ് മാസ്റ്റർ എപ്പോഴും പറയുന്നൊരു ധ്യാനമാണ് വിപස්සന എന്ന് പറയുന്നത്. ആ ഒരു ധ്യാനം ചെയ്ത സമയത്ത് എനിക്ക് പൂർണ്ണമായ മനസ്സിന് ഒരു സ്ഥിരത വന്നു. അന്നേരം മുതൽ എനിക്ക് ചേഞ്ചസ് വരാൻ തുടങ്ങി. അതാണ് മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും വേണ്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ എനർജിയെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പണ്ടൊന്നും എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അതായത് 1 മണിക്കൂർ സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു കടമ്പയായിട്ടാണ് കരുതിയത്. എന്നാൽ ഇപ്പം എനിക്ക് എത്ര മണിക്കൂർ വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മീഡിയമാണ് എന്നുള്ള തോന്നലാണ്. അല്ലാതെ ഞാനെന്ന് ചിന്തിക്കാറില്ല. എല്ലാം തന്നെ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തും എന്നിലൂടെ വരുന്ന വാക്കുകളാണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയുന്ന വാക്കുകളാണ് ഞാൻ എവിടെ അവകാശപ്പെടുന്നില്ല. അതായത് നമ്മളൊരു മീഡിയമായിട്ട് മാറുന്ന സമയത്ത് പണത്തിൻ്റെ ഫ്ലോ, പുതിയ ആശയങ്ങൾ വരും നമ്മുടെ ലൈഫിലേക്ക്. അതായത് നമ്മളൊരു സമർപ്പണഭാവം വരുന്ന സമയത്ത് നമ്മളൊരു മീഡിയമായിട്ട് മാറും. നമ്മളെ എനർജി ലെവല്, നമ്മളെ ചക്രാസ് എല്ലാം തന്നെ ആ ഒരു ഫ്ലോയിലേക്ക് നമ്മൾ വരുന്നതാണ്, നമ്മൾ പോലും അറിയാതെ. അതായത് ഇങ്ങനെ ഈ മോസസ് പറഞ്ഞിട്ടില്ലേ, ദ ചൂസൺ വൺ എന്നാണ് പറയുക അല്ലേ. ഇപ്പോൾ ജൂതന്മാർ അവർ സ്വയം വിളിക്കുന്നത് എന്താണ്, ദ ചൂസൺ വൺ അല്ലേ. അതായത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് അവരിന്ന്. അത് ജൂതന്മാർ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജനതയും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. പക്ഷെ ജൂതന്മാർ എന്താണ് വിശ്വസിക്കുന്നത്, അവരാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്നാണ് കുട്ടിക്കാലം മുതൽ വിശ്വസിക്കുന്നത്. ആ വിശ്വാസമാണ് അവരെ ശക്തരാക്കുന്നത്. അതായത് അവർ സ്വയം ചിന്തിക്കുകയാണ് അവരിലുള്ളൊരു പവർ ഉണ്ട് എന്നുള്ള ആ ഒരു പവറിനെ അവർക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവരത് വിശ്വസിക്കുന്നത് കൊണ്ട്. അടുത്ത കാര്യമാണ് നിങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത്. അടുത്ത പോയിന്റ്, പണത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ. പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കണം. അതായത് നിങ്ങളെ കഴിവുകളിൽ നിങ്ങളിൽ വിശ്വസിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അന്നേരം മുതലാണ് ഇപ്പം ഞാൻ മുന്നെല്ലാം തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമോ എന്നുള്ള രീതിയിൽ എനിക്കൊരു ഭയം വന്നിരുന്നു. ഇത് ഞാനെന്ത് ചെയ്തു, കുറേ കാലം റെക്കോർഡിങ് ക്ലാസ്സുകൾ മാത്രം കൊടുത്തു. കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പതിയെ എന്നിൽ പൂർണ്ണമായ വിശ്വാസം വന്നു. അന്നേരം മുതൽ ചേഞ്ചസ് വന്നു. അതേപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസിലും ചേഞ്ചസ് വരാൻ തുടങ്ങി. കാരണം എന്താണ്, നമുക്കൊരു കോൺഫിഡൻസ് വരണമെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം വേണം. അടുത്ത പോയിന്റാണ് ആഴത്തിലുള്ള പഠനം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ അതുമായിട്ട് ലയിച്ച് ചേരണം, ആ ഒരു കാര്യമായിട്ട് ലയിച്ച് ചേരണം. ഇപ്പം തന്നെ അലൈൻമെന്റ് മാസ്റ്ററിൽ ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായ ടോപ്പിക്സ് ചിലപ്പോൾ അഫർമേഷൻസ് എങ്ങനെ സ്വയം ക്രിയേറ്റ് ചെയ്യാം, എന്താണ് ഇന്നർ ചൈൽഡ്, ഇങ്ങനെ വൂൺസ്, അതോടൊപ്പം തന്നെ റേക്കി, പ്രാണിക് ഹീലിംഗ്, ഇങ്ങനെ സ്വിച്ച് വേർഡ്സ്, കാര്യങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്സ് ആണ് ഓരോ ദിവസവും. ബിസിനസ്സിനെ കുറിച്ച്, പണത്തെക്കുറിച്ചുള്ള ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മളെ അതായത് നിങ്ങൾ എന്തെങ്കിലും ഒന്നിൽ ലയിച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ആ ഒരു കർമ്മത്തിൽ നിങ്ങൾ ലയിച്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മിറാക്കിൾ സംഭവിക്കും. ഇപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂസ് ലാസ്റ്റ് വന്ന ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അതായത് അദ്ദേഹം എന്ന് പറയുന്നത് ഓരോരോ ക്യാരക്ടറിൽ അദ്ദേഹം ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നടനായിട്ട് ലാലേട്ടനെ കാണുന്നത്. നിങ്ങളെ ജോലി ചെയ്യുന്ന സമയത്ത് വെറുത്തുകൊണ്ടാണ്, അത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിൽ അവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ അതുമായിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അന്നേരം മുതൽ ആ ഒരു എന്താ പറയുക, ഒരു ആൽക്കമി അല്ലെങ്കിൽ ഒരു മാജിക്കൽ എസൻസ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതാണ് എന്നുള്ളതാണ്. അന്നേരം ഈ പറഞ്ഞ പോയിന്റ്സിലെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചില്ലേ? ഓക്കെ, അതിനുശേഷം ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ലോട്ടറി മാനിഫെസ്റ്റേഷൻ്റെ ടെക്നിക്ക്. അന്നേരം
നമ്മൾ ഈ ലോട്ടറി മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ആദ്യം തന്നെ ഒരു ലോട്ടറി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നാളെ ഒരു ലോട്ടറി എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി, ഇപ്പോൾ ലോട്ടറി ഇതൊരു ലോട്ടറിയാണ്. ലോട്ടറി ഇതേപോലെ തന്നെ ഇപ്പം തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു പേപ്പർ വെക്കുക. ഇങ്ങനെയുള്ള, അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലോട്ടറിക്ക് സൈസ് ആയിട്ടുള്ള ഒരു പേപ്പർ കട്ട് ചെയ്ത് ഇപ്പം തന്നെ ജസ്റ്റ് തൽക്കാലത്തേക്ക് നിങ്ങൾ ഒരു A4 ഷീറ്റോ കാര്യങ്ങളോ എടുത്തോളൂ. ഓക്കെ, A4 ഷീറ്റോ കാര്യങ്ങൾ എടുത്തിട്ട് ലോട്ടറി വലുപ്പം, ഇപ്പോൾ ലോട്ടറി ഇല്ലെങ്കിൽ അത്യാവശ്യം ഒരു എത്ര സെൻറ്റിമീറ്റർ ആവും, ഇതൊരു 7 സെൻറ്റിമീറ്റർ, ഇതൊരു 45 ഒരു അറൗണ്ട് 45 സെൻറ്റിമീറ്റർ വലുപ്പം ഉണ്ടാവും. ഇതൊരു 7 to 8 സെൻറ്റിമീറ്റർ ഉണ്ടാവും, ഇതൊരു 45 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഒന്ന് A4 ഷീറ്റ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് എൻഗേജ് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളാണെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഓക്കെ, ഓക്കെ. എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സാർ ഒന്നും കൂടി കാണിക്കണേ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ, അതായത് 8 സെൻറ്റിമീറ്റർ വലുപ്പം 45. അതായത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ എടുക്കുകയാണ്, നാളെ ലോട്ടറി വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് യെസ് എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളാണെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എത്ര രൂപയാണ് ലോട്ടറിയിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? 1000 ആണോ, 1,00,000 ആണോ, 1 കോടിയാണോ, എന്തുമാട്ടെ അത് എഴുതി വെക്കുക. അത് എത്രയാണ് തുക? എല്ലാവരും ഇപ്പം 100 മെമ്പേഴ്സിന് മാത്രമാണ് അവസരം. 100 മെമ്പേഴ്സും എത്രയാണ് തുക എന്നുള്ളത് എഴുതി വെക്കുക. 1 lakh. ഓക്കെ, എല്ലാവരും ഒന്ന് എഴുതി വെക്കുക. സാർ ഈ പേപ്പറിലാണോ എഴുതേണ്ടത്? അല്ല, പേപ്പറിലല്ല, കമന്റ് ബോക്സിൽ. 30 lakh, 1 കോടി. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, 10,000. അത് നിങ്ങൾ വലിയ തുകയായി പോകുന്ന ടെൻഷൻ അതൊന്നും ചിന്തിക്കേണ്ട. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് അത്രയധികം അബൻഡൻ്റ് ആണ്. യൂണിവേഴ്സ് എന്ത് ചോദിക്കാൻ തരുന്നുള്ളൊരു വിശ്വാസത്തോടെ എഴുതുക. അത് 1 കോടിയാകുന്നത് 6 കോടിയാവട്ടെ, വാട്ടോ എത്ര എഴുതി. കാരണം ആ ഒരു വിശ്വാസമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ യൂട്യൂബിൽ ഇതുവരെ അബുദാബി ബിഗ് ടിക്കറ്റ് അടിച്ച സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടില്ല. നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന 2 ആൾക്കാർക്കാണ് അബുദാബി ബിഗ് ടിക്കറ്റ് അടിച്ചിരിക്കുന്നത്. $30 ലക്ഷം. $5 ലക്ഷം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഈ ക്ലാസ് കണ്ടിരിക്കുന്നത് കൊണ്ട് കാര്യമേ ഇല്ല. നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ്. ഇപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നത് കൊണ്ട് റിസൾട്ട് ഉണ്ട്, ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ 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 എല്ലാവരും കമൻറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഡൗട്ട്സ് വീണ്ടും വീണ്ടും ചോദിക്കണ്ട. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് 11-11 ടെക്നിക്കിൽ. നമ്മൾ 11-11 അല്ല, അതായത് ഒരു സ്വിച്ച് വേർഡ്, ഒറ്റ സ്വിച്ച് വേർഡ് ദിവസവും നിങ്ങൾ എഴുതി വെക്കണം. അത് ഏത് സ്വിച്ച് വേർഡ് ആണെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് I bless ലോട്ടറി, ആ എമൗണ്ട്
ഐ പ്ലസ് ലോട്ടറി എമൗണ്ട്. ഐ പ്ലസ് ലോട്ടറി എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലേ, അതായത് ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഐ പ്ലസ് ലോട്ടറി എമൗണ്ട് എന്ന് പറഞ്ഞ എമൗണ്ട് എന്ന് എഴുതി വെക്കുകയല്ലേ ചെയ്യേണ്ടത്, എത്ര എമൗണ്ട് ആണ്. സർ ഐ ബ്ലെസ്ഡ് ആണോ വേണ്ടത്? ഐ ബ്ലെസ് എന്നാണോ? ഐ ബ്ലെസ്ഡ് എന്നല്ല, ഐ ബ്ലസ്. ഇ ഡി വേണ്ട അല്ലേ? പാസ്റ്റ് വേണ്ടെന്ന്. ഐ ബ്ലസ്, പാസ്റ്റ് വേണ്ട, ഐ ബ്ലസ്, പ്രസന്റ് ടെൻസ്. താങ്ക് യു. ഓക്കെ, ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമഷി പെന്ന്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പച്ചമഷി അഥവാ ഗ്രീൻ കളർ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മാർക്കറാണ്, CD മാർക്കറാണുള്ളത്. നിങ്ങൾ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഏതാണ് പെന്ന് അത് ഉപയോഗിച്ചോളൂ. എന്നാൽ നാളെ മുതൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പച്ചമഷി പെന്ന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ചെയ്യേണ്ടത്, എല്ലാവരും കമൻറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു, ആ ഒരു സ്വിച്ച് വേർഡ് 11 തവണ ഇതിൽ എഴുതി വെക്കുക. 11 തവണ എഴുതി വെക്കുക. അതായത് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും എന്ത് ചെയ്യുക, 11 തവണ, അതായത് ഐ പ്ലസ് ഈ ഒരു അതായത് എത്രയാണ് എമൗണ്ട് അത് എഴുതി വെക്കുക. ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് എഴുതി വെച്ചോളൂ. ഞാൻ ഈ പേപ്പർ, അതെ ഈ പേപ്പറിൽ എഴുതി വെക്കണം. സാർ ഇങ്ങനെയല്ലേ എഴുതാ? ഞാനിപ്പോ എഴുതുന്ന ഐ പ്ലസ് ലോട്ടറി 50 lakhs അങ്ങനെയാണോ? ലോട്ടറി അതെ, ലോട്ടറി 50 lakh എന്നുള്ളത് അതാണ്. ബ്ലസ് എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് ആണ്. അത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കാം, എന്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഞാൻ ലോട്ടറിയുടെ എമൗണ്ടിനാണ് ബ്ലസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് എഴുതിയേക്കുക 1 ഐ പ്ലസ് ഓക്കെ, എല്ലാവരും എഴുതി വെച്ചോളൂ കേട്ടോ. നീളത്തില ഇങ്ങനെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാണെങ്കിൽ ഇത് ഈ രീതിയിൽ 1 2 3 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും 11 ടൈം എഴുതി വെക്കുക. 11 തവണ. പക്ഷെ ലോട്ടറി എഴുതണം അതില് സർ. അതെ, ഐ പ്ലസ് ലോട്ടറി എമൗണ്ട്. ലോട്ടറി എഴുതണം. ഓക്കെ, അതെ, ലോട്ടറി എഴുതണം. എമൗണ്ട് ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ എഴുതണ്ടേന്നല്ലേ. ഐ പ്ലസ് ആ ഒരു എമൗണ്ട്, ലോട്ടറി ആ എമൗണ്ട്. ഓക്കെ, എല്ലാവരും 11 തവണ എഴുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡൺ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം. എല്ലാവരും എഴുതി വെക്കുക. ഇപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് അതിന് ഫീലിങ്ങോടെ അതിനെ ആ ഒരു എമൗണ്ട് വരുന്നതായിട്ട് തന്നെ സങ്കല്പിച്ചുകൊണ്ട് വേണം എഴുതാൻ. സമയം എടുത്തോളൂ നല്ല. അതായത് നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ ഒരു ഹാപ്പിനെസ്സോടെ, ആ ഒരു സന്തോഷത്തോടെ, ആ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ സന്തോഷം എല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ എഴുതിക്കോളൂ. സാറിന്റെ കമന്റ് എവിടെയാ വരിക?
ഓക്കെ. ഓക്കെ, എല്ലാവരും ഡൺ എഴുതി വെച്ചില്ലേ? ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ നാളെ മുതൽ നിങ്ങൾ ചെയ്യാൻ പോകല്ലേ, എന്നാൽ നിങ്ങൾ 11 തവണ എഴുതിയിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യുക, നിങ്ങളെ കൈകളിൽ ഇപ്പോൾ ലോട്ടറി ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ച കാര്യം ഇങ്ങനെ ജസ്റ്റ് ലോട്ടറി ഈ രീതിയിൽ നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ എഴുതി വെക്കുക. എന്നിട്ട് 2 കൈകളിലും ഇങ്ങനെ വെച്ചിട്ട്, അതായത് 2 കൈകളിലും വെച്ചിട്ട് ജസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. എപ്പോഴും നമ്മൾ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ജസ്റ്റ് ഇപ്പം തൽക്കാലത്തേക്ക് എന്താണ്, നിങ്ങൾ ലോട്ടറി ഉണ്ട്, ലോട്ടറി ജസ്റ്റ് ഇപ്പം കയ്യിൽ ലോട്ടറി ഇല്ല, ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ലോട്ടറി ഇല്ലാതെ ചെയ്യാം. എന്നാലും നാളെ മുതൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ലോട്ടറിയോടെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് കൈകൾ 2 എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളെ തൊടയുടെ മുകൾ ഭാഗത്തേക്കായിട്ട് കൈകൾ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും കണ്ണ് അടച്ചിരിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഈ ഒരു ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് പൂർണ്ണ ശ്രദ്ധയും കൊടുക്കുക. കേട്ടോ? എല്ലാവരും കണ്ണ് അടച്ചിട്ട് നട്ടിൽ നിവർത്തിയിട്ട് ഇരിക്കുക. ഓക്കെ. എല്ലാവരും കണ്ണ് അടച്ചിരിക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായിരുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പൂർണ്ണമായും ശാന്തമാവുന്നതാണ്. നിങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ അവയവങ്ങളും പൂർണ്ണമായും ശാന്തമാണ്. എല്ലാ ശരീരഭാഗങ്ങളും അയച്ചിടുക. ഒരു രീതിയിലും ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ശരീരം എങ്ങനെയാണോ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നിലനിൽക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഭാഗ്യമുണ്ടെന്ന് പറയുക. അതെ, എൻ്റെ ജീവിതത്തിൽ എന്നും ഭാഗ്യങ്ങൾ മാത്രമാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ച എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരിക്കാം, ഒരു സാലറി കിട്ടിയതായിരിക്കാം, എന്തുമാവട്ടെ, അതെല്ലാം ഭാഗ്യമായിരുന്നു. ഇന്ന് ഈ നിമിഷത്തിൽ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം ഈ ലോട്ടറിയിലൂടെ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആ ലോട്ടറിയിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങൾക്ക് ലഭിക്കുകയാണ്.
അത് എത്ര തുകയാണ് നിങ്ങൾ എഴുതി വെച്ചത്? ആ ഒരു തുകയെ നിങ്ങൾ കാണുക. നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ പേപ്പർ നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലെ ആ ഒരു തുക അല്ലെങ്കിൽ ആ ഒരു നമ്പർ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കാണുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയുള്ള സന്തോഷമാണ് അനുഭവിക്കാൻ സാധിക്കുക? അതിനെ അനുഭവിക്കുക. അതെ, എനിക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ അടിച്ചിരിക്കുകയാണ്. ആ ഒരു പണം വെച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് വീടാണോ, അതോ കാറാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമാണോ? നിങ്ങൾ ആ ഒരു രൂപ ഉപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതിനെ നിങ്ങളുടെ അകക്കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുക. വീടാണെങ്കിൽ എങ്ങനെയുള്ള വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ വീടിന് ഏത് കളറാണ് നിങ്ങൾ അടിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളൊരു കാറാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എങ്ങനെയുള്ള കാറാണ്? ഏത് കമ്പനിയുടെ കാറാണ്? ഏത് മോഡലാണ്? അതിനെ കാണാൻ ശ്രമിക്കുക, അതിനെ അനുഭവിക്കുക. നിങ്ങളിപ്പോൾ ആ കാറ് ഓടിക്കുകയാണ്. അതിൻ്റെ സന്തോഷം അനുഭവിക്കുക, അതിനെ ആനന്ദം അനുഭവിക്കുക. നിങ്ങളുടെ ശരീരം മുഴുവനും അതിൻ്റെ സന്തോഷത്തിലാണ് നിലനിൽക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പണം ഉപയോഗിച്ച് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആ ബിസിനസ് ചെയ്യുകയാണ്. അതിനെ അനുഭവിക്കുക, അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. ആ ബിസിനസ് വിജയകരമായ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണ്. നിങ്ങളുടെ ശരീരം മുഴുവനും അതിനെ അനുഭവിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആനന്ദം ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങൾ ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് നിങ്ങൾ യാത്രകൾ ചെയ്യുകയാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവുമായി, ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി
നിങ്ങൾ യാത്രകൾ ചെയ്യുകയാണ്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ അനുഭവിക്കുക. അതിൻ്റെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും അതിനെ ആനന്ദം കൊണ്ടുവരിക. നിങ്ങളുടെ ചുണ്ടുകളിൽ അതിൻ്റെ സന്തോഷം ഉണ്ടാവട്ടെ. കാരണം അത് സത്യമാണ്. നിങ്ങൾ അനുഭവിക്കുകയാണ് അതിൻ്റെ ആനന്ദം, അതിൻ്റെ സന്തോഷം. എല്ലാത്തിനും നന്ദി, നന്ദി, നന്ദി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഈ നിമിഷത്തിൽ സ്വന്തമാക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ആഗ്രഹിക്കുന്ന തുക ഉണ്ട്. അതുപയോഗിച്ച് നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ, നല്ല ഭക്ഷണം എല്ലാം തന്നെ കഴിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു സ്വപ്ന തുല്യമായ ജീവിതത്തിലാണ്. അതിന് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. അതെ, നിങ്ങളുടെ കയ്യിൽ ആ ഒരു ലോട്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് ആ തുക ലഭിച്ചിരിക്കുന്നു. ലോട്ടറി നൽകിയ ആ ഒരു വ്യക്തിക്ക് നന്ദി പറയുക. ആ ലോട്ടറിക്ക് നന്ദി പറയുക. നിങ്ങളെ അനുഗ്രഹിച്ച ആ ഒരു ദൈവത്തിന് അഥവാ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. ആ ഒരു തുക നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. അതിനെ അനുഭവിക്കുകയാണ്. അതിൻ്റെ സന്തോഷം അനുഭവിക്കുകയാണ്. വീണ്ടും നന്ദി പറയുക. അതിൻ്റെ സന്തോഷം നിങ്ങളുടെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ അനുഭവിക്കുക. പരസ്പരം കൈകൾ ഉരസി കണ്ണുകളിലേക്ക് ഊർജം പകരുക. എങ്ങനെയുണ്ടായിരുന്നു? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, നല്ല ഫീൽ ചെയ്യാൻ സാധിച്ചോ? താങ്ക് യു സർ. നല്ല ഫീലിങ്സ് ഉണ്ട്. നല്ല ഓക്കെ ഓക്കെ. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് നല്ലൊരു കഴിഞ്ഞാൽ ഹാപ്പി. ഇതിപ്പോ നമ്മൾ അലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്ന മെഡിറ്റേഷനിൽ ഒന്നാണ്. ഓരോരോ ടൈപ്പ് മെഡിറ്റേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യാ? 11 ദിവസം നിങ്ങൾ 11 തവണ ഒരു സമയത്ത് എഴുതി വെക്കുക. ഇപ്പൊ രാവിലെയാണ് രാവിലെ, രാത്രിയാണ് രാത്രി എഴുതി വെക്കുക. അതേ സമയത്ത് ഈ ഒരു മെഡിറ്റേഷൻ, ഈ ഒരു റെക്കോർഡിംഗ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും? യൂട്യൂബിൽ ഇടും. അത് ഡെയിലി നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആ ടൈമിൽ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അന്നേരം ആ ഒരു എന്നിട്ട് എന്ത് ചെയ്യുക? 11ാമത്തെ ദിവസം നിങ്ങൾ ഈ ഒരു ഷീറ്റുകൾ, ഇപ്പൊ നമ്മൾ എഴുതി വെച്ച ഷീറ്റുകൾ, ലോട്ടറി അല്ല, 11 ഈ തവണ എഴുതി വെച്ച 11 ഷീറ്റ് ഉണ്ടാവും. ഇതെന്ത് ചെയ്യുക? നിങ്ങൾ 11ാമത്തെ ദിവസം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് കത്തിച്ചുകളി. ഈ 11 ഷീറ്റുമാണ്, ലോട്ടറി അല്ല. 11 ഷീറ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ഹൃദയത്തിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ആ 11 ഷീറ്റും എന്നിട്ട് നിങ്ങൾ കത്തിച്ച് കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നാളെ ലോട്ടറി എടുക്കണ്ടേ? ആ ലോട്ടറി എടുക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ലോട്ടറികൾ ഒരു ലോങ് ടേം ലോട്ടറി എടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ഒരാഴ്ച, ഒരു
മിനിമം ഒരു 10 ദിവസം ഗ്യാപ്പിലെ ലോട്ടറി, ഇപ്പം 0 നമ്പർ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ലോട്ടറി എടുത്തിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇൻ കേസ് അങ്ങനത്തെ ലോട്ടറി കിട്ടുന്നില്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരാഴ്ചയെങ്കിലും, മിനിമം ഒരാഴ്ചയെങ്കിലും ഉള്ള ലോട്ടറി വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ലോട്ടറി തന്നെ എടുക്കുക, അല്ല ലോട്ടറി ഡീറ്റെയിൽ മാറ്റിയേക്കാതെ ഒരു ലോട്ടറി തന്നെ നിങ്ങൾ എനർജി ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ഞാൻ ചെന്നൈയിലാണ്. ഇവിടെ ലോട്ടറി സിസ്റ്റം ഇല്ല. അപ്പോഴെന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് മേടിക്കാം. എങ്ങനെയാ, മുന്നേ ഉള്ളതാണോ അല്ലെ ഇപ്പോഴുള്ള ഡേറ്റിന്റെ തന്നെയാണോ? എങ്ങനെയാ? ഇപ്പൊ ഡേറ്റ് അല്ല, ഇനി ഇത് അടുത്ത ആഴ്ച എടുക്കുന്ന ലോട്ടറി അല്ലേ? ഓക്കെ, ആ അങ്ങനെ കോപ്പി അതെ, അത് നിങ്ങളിപ്പം വേറെ സ്റ്റേറ്റിലാണുള്ളത്, നിങ്ങൾക്ക് അത് ലോട്ടറി, അതായത് അവരെ ലോട്ടറി എടുത്ത് ആ ഫോട്ടോ അയച്ചു തരും പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കട്ട് ചെയ്തിട്ട് കളർ പ്രിന്റ് എടുത്തിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ശരി. ഓക്കെ, സന്തോഷം. ഇനി വേറെ ആർക്കെങ്കിലും ഇതേപോലെ തന്നെ കുറേ പേര് കമന്റ് ബോക്സിൽ റൈസ് ചെയ്തിരുന്നു. ഇനി ആർക്കെങ്കിലും ഇതേപോലെ തന്നെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാം. നിങ്ങൾ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്ത തെറ്റ് ഞാൻ അലൈൻമെന്റ് മാസ്റ്ററി പറയുന്നതാണ്. 1 ലക്ഷം രൂപയല്ല, 1 ലക്ഷം രൂപ ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നതിന് പോകുന്നത് എന്നുള്ള ക്ലിയർ കട്ടായിട്ട് എഴുതി വെക്കുക. അതെ, ഞാൻ അലൈൻമെന്റ് മാസ്റ്ററിയിൽ പറയാറുണ്ട്, ശ്രദ്ധിക്കുക. മനസ്സ് ഇപ്പോഴും കുറെ കൺഫ്യൂഷൻ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ആർക്കെങ്കിലും സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാം. ആർക്ക് അയാളുടെ ലൈഫിൽ എന്തെങ്കിലും സക്സസ് സ്റ്റോറീസ് ഉണ്ടോ? ഓക്കെ, പിന്നെ ഓക്കെ, എന്തെങ്കിലും സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാം. ഓക്കെ, അതായത് നമ്മളെ ഒരു പ്രസന്റേഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഇന്നർ ചൈൽഡ് ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന കാര്യം ഞാൻ എടുക്കാം. ഒരു ഇൻട്രൊഡക്ഷനാണ് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അറിയില്ല. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പലപ്പോഴും യൂട്യൂബ് ചാനൽ കാണുന്ന സമയത്ത് ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കാണ്, 50x5 അല്ലെങ്കിൽ 2 കപ്പ് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാറ്റ്യൂഡ്, അത് മാത്രമാണെന്നാണ് ചിന്തിച്ചത്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്, നമ്മൾ പോലും അറിയാതെ. അതായത് പ്ലേഫുൾ ആൻഡ് ക്രിയേറ്റീവ് പാർട്ട് ഓഫ് യു. അതായത് നമ്മളെ കുട്ടിക്കാലത്ത് സന്തോഷം അറിയിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും വലിയൊരു ശതമാനം ആൾക്കാർക്ക്, ചിലപ്പോൾ 99% ആൾക്കാർ അല്ലെങ്കിൽ 97% ആൾക്കാർക്കും നല്ല സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു കുട്ടിക്കാലല്ല കിട്ടാറ്. ചിലപ്പോൾ എന്ത് സംഭവിക്കും, കുട്ടിക്കാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ചീറ്റിങ്ങോ കാര്യങ്ങളോ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അല്ലേ? അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അച്ഛനമ്മമാരിൽ നിന്ന് സ്നേഹം കിട്ടാത്തത്, ചിലപ്പോൾ ഫിസിക്കൽ അബ്യൂസ്, സെക്സ്വൽ അബ്യൂസ് വരെ നേടാം. നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൽ എലൈൻമെന്റ് മാസ്റ്ററിൽ പങ്കെടുക്കുന്ന ചില സ്ത്രീകൾ, അവരെ കുടുംബജീവിതം തന്നെ താറുമാറായി കിടക്കുകയാണ്. കുടുംബജീവിതം, അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം. കാരണം എന്താണ്, അവർക്ക് ആ കുട്ടിക്കാലത്ത് നേരിട്ട സെക്സ്വൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ അബ്യൂസ്മെന്റ് നേരിട്ട അതായത് കുട്ടിക്കാലത്ത് അങ്ങനെ ഇപ്പം കോളേജ് ലൈഫിൽ സെക്സ്വൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. അത് ആ സമയത്ത് അത്രയധികം വൂണ്ടഡാണ്. ഇപ്പോൾ അച്ഛൻ അടിക്കുകയാണ്, ഫിസിക്കൽ അബ്യൂസ്, അതായത് അച്ഛൻ എപ്പോഴും പിടിച്ചടിക്കുകയാണ്. പിന്നെ അച്ഛനമ്മമാർ കുറ്റപ്പെടുത്തുകയാണ് നമ്മളെ, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നീ കമ്പാരിസൺ ചെയ്യാണ്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ, അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു വൈബ്രേഷൻ. അതാണ് എൻ്റെ ലൈഫിൽ തന്നെ സംഭവിച്ചൊരു കാര്യം ഇതാണ്. അതായത് എൻ്റെ ഉള്ളിലുള്ള വൈബ്രേഷൻ എന്ന് പറയുന്നത് ആ ലെവലിലാണ്. അതായത് എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ ലൈഫിൽ ഉണ്ടായത്. ഇപ്പോൾ അന്നേരം ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് തുടങ്ങിയ സമയമാണ്. അതാണ് കോമഡി. അന്നേരം ഞാൻ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമാണ്, ഞാൻ പറയുന്ന കാര്യം തെറ്റാണോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം പൊട്ടത്തരാണോ എന്നുള്ളത്. അന്നേരമാണ് നിങ്ങളുടെ സൈന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററിയിൽ ഞാൻ പറയാറുണ്ട്, ഇത് കൊടുക്കുന്ന ഒരു പ്രസന്റേഷനാണ്. ഇനീഷ്യൽ ടൈമിൽ ഫസ്റ്റ് അലൈൻമെന്റ് മാസ്റ്ററി കൊടുത്ത ഒരു പ്രസന്റേഷനാണ്. നിങ്ങൾക്ക് ചിലപ്പം വാല്യുബിളായി തോന്നിയേക്കും. ലോ സെൽഫ് എസ്റ്റീമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ സയൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ടഡ് ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ
ലൈഫിൽ ഒരു ലോ സെൽഫ് എസ്റ്റീം, അതായത് വലിയ കാര്യങ്ങളോട് ആഗ്രഹക്കുറവ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഐ ഫീൽ യു ആർ നോട്ട് ഗുഡ് എനഫ്, അതായത് നിങ്ങൾക്കൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. നിങ്ങളൊരു സ്മാർട്ടല്ല, ഒരു വോത്തല്ല എന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ് നിങ്ങൾ ഉള്ളിലെങ്കിൽ. കാരണം എന്താണ്, നിങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല അല്ലേ? എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിരുന്നു. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യും, അനിയത്തിനെ അംഗീകരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്യും. നേരം എന്ത് ചെയ്യുന്ന സമയത്തും നമുക്കൊന്നുമല്ല എന്ന രീതിയിൽ ഉണ്ടാക്കും. ഓക്കെ, ഫിയർ ഓഫ് അബോൺമെന്റ് എന്ന് പറയാം. അതായത് അടുത്ത കാര്യം, യു ഫീൽ ആൻഷ്യസ് വെൻ പീപ്പിൾ പുൾ അവേ ഓർ ലെഫ്റ്റ് ഔട്ട്. അതായത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്നുള്ള ഒരു രീതിയിൽ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ചിന്ത ഉണ്ടാവും. അടുത്ത കാര്യമാണ് പീപ്പിൾ പ്ലീസിങ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് നിങ്ങളെ സാക്രിഫൈസ് ചെയ്യുകയാണ്. ഇപ്പം എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ എൻ്റെ ഓരോരുത്തരെയും ഞാൻ ഇതേപോലെ തന്നെ സന്തോഷിപ്പിച്ചിരുന്നു. അതായത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഓക്കെ ഞാൻ ഇവരെല്ലാം സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം എൻ്റെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നൊരു ചിന്തയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഇന്നർ ചൈൽഡ് വൂണ്ടർ ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് സംഭവിക്കുന്നത്. ഇപ്പോൾ യാമിനി, അതേപോലെ തന്നെ ബീന പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിക്കുന്ന സമയത്താണ്, മറ്റുള്ളവർ ജോലി കൊടുക്കുന്ന സമയത്താണ്. ഞാൻ അന്നേരം ഒന്നും വേണ്ടിയില്ല. ലിറ്റ് പേഴ്സണൽ കൺസൾട്ടേഷൻ മീൻസ് നമ്മൾ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് എല്ലാം ഞാൻ കേട്ടിരിക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാൻ ഓരോരോ പോയിന്റ്സ് പറഞ്ഞു കൊടുത്തു. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ സന്തോഷിക്കാൻ പാടില്ല, നിങ്ങൾ സന്തോഷിക്കുക, എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. ഇത് ആദ്യത്തെ പ്രയോറിറ്റി എന്താണ്, നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അന്നേരം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പങ്കാളിക്കുക, അതായത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുകയാണ്, നിങ്ങളെ ഹാപ്പിനെസ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മക്കളെ സന്തോഷിപ്പിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, യു സ്ട്രഗിൾ ടു സേ നോ, നിങ്ങൾ നോ പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളെ ജോഷി സാറുണ്ട്, അദ്ദേഹം എല്ലാ എലമെന്റ് മാസ്റ്ററിയിലെ എല്ലാ ബാച്ചിലും അറ്റൻഡ് ചെയ്യുന്നതാണ്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖമൊന്നും സന്തോഷത്തോടെ ഒന്നും ഇല്ല. കാരണം അദ്ദേഹത്തിന് എപ്പോഴും ഭയമായിരുന്നു, നോ പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം നഷ്ടപ്പെടും എന്നൊക്കെ രീതിയിലുള്ള ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ബിസിനസ്സിനെല്ലാം തന്നെ ബാധിച്ചിരുന്നു. എന്നാൽ അത് ഹീൽ ചെയ്ത്, അതായത് ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്ത് എന്ന സമയത്ത് ക്ലിയർ കട്ടായിട്ട് നോ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റബോധം നിങ്ങൾ തോന്നുന്നെങ്കിൽ നിങ്ങളെ ഇന്നർ ചൈൽഡ് വൂണ്ടഡ് ആണ്. അടുത്താണ് ഫിയർ ഓഫ് റിജക്ഷൻ ഓർ ക്രിറ്റിസിസം. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് ഉദാഹരണത്തിന് ഒരു വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ വിമർശിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുള്ളിൽ ഇന്നർ ചൈൽഡ് വൂണ്ടഡ് ആണെന്നുള്ള മനസ്സിലാക്കാം. നിങ്ങൾക്കൊരിക്കലും റിജക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. യു ടേക്ക് എവറിത്തിങ് പേഴ്സണലി ആൻഡ് അവോയ്ഡ് ടേക്കിംഗ് റിസ്ക് എന്നുള്ളതാണ്. നിങ്ങൾക്കൊരിക്കലും പുതിയ റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, മറ്റുള്ളവർ വിമർശിക്കുക. എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു, ഞാൻ ഓരോ തീരുമാനം എടുക്കുന്ന സമയത്തും അയ്യോ എന്നെ അച്ഛൻ വിമർശിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ക്രിറ്റിസിസം ചെയ്യുക, പൊട്ടനാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നീ പൊട്ടനാണ്. അത് നിങ്ങളിൽ എപ്പോഴും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു പോയിന്റാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ, ഡിഫിക്കൽട്ടി ടു ട്രസ്റ്റിംഗ് അതേഴ്സ് എന്നുള്ള. അതായത് മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ് കാരണം, നിങ്ങൾ ബിട്രയൽ, മറ്റുള്ളവരിൽ നിന്ന് ചതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, മറ്റുള്ളവർ നിങ്ങൾ ചതിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ള കുട്ടിക്കാലത്ത് അങ്ങനെ കുറേ ചീറ്റിങ്, ഇപ്പം നമ്മൾ കുട്ടിക്കാലത്ത് ചെറിയ ചീറ്റിങ്സും കാര്യങ്ങളില്ല. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം, എന്നാൽ അവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തോന്നും ലോകത്തെ എല്ലാവരും ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ് എന്ന രീതിയിൽ ചിന്ത. അത് നിങ്ങളെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനെ ഇല്ലാതാക്കുന്നതാണ്. ഓക്കെ, അടുത്ത കാര്യമാണ് ഇമോഷൻ ഔട്ട്ബ്രസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഓവർ ആക്ഷൻ എന്നുള്ള കാര്യം. അത് ചെറിയൊരു കാര്യം നിങ്ങൾ കാണാറില്ലേ, ചില രക്ഷിതാക്കൾ അമ്മയാവാം അച്ഛനാവാം, ചെറിയൊരു കാര്യങ്ങളാണ് ഓവർ റിയാക്ഷൻ ടു സ്മോൾ സിറ്റുവേഷൻ. അതായത് ചെറിയൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും, അങ്ങനെ പൊട്ടിത്തെറിക്കും. ഒരു ചെറിയ ഗ്ലാസ് താഴെ വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗ്ലാസ് മറിച്ചിട്ട് അന്നേരം പൊട്ടിത്തെറിക്കുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെ കുട്ടിക്കാലത്തുള്ള വൂൺസാണ് അവരങ്ങനെ ആക്കി മാറ്റുന്നത്. നിങ്ങളെ അങ്ങനെ, അതായത് നിങ്ങൾ ഇന്ന ചൈൽഡിനെ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവോയ്ഡൻസ് ഓർ ഇമോഷണൽ നംസ്. അതായത് നിങ്ങൾക്ക് സന്തോഷമില്ല ദുഃഖവുമില്ല, അതായത്
നിങ്ങൾ സ്വർഗത്ത് പോവാണെങ്കിൽ ഒരു സന്തോഷമില്ല, നരകത്ത് പോകാൻ ഒരു ദുഃഖവും ഒരേപോലെ തന്നെ അവസ്ഥ, എല്ലാം ഒരുപോലെയുള്ള അവസ്ഥയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് കം ഫ്രം, അതായത് ഇമോഷൻസ് കം അപ്പ് ഓർ എസ്കേപ്പ് ത്രൂ അഡീഷണൽ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എക്സ്ട്രാ. അതായത് നിങ്ങൾ എന്ത് ചെയ്യും, കുറേ ചിന്തിച്ച് കൂട്ടും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യും. ഇമോഷൻ നംനെസ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. സന്തോഷമില്ല സങ്കടമില്ലാത്ത അവസ്ഥയാണ് നിങ്ങളെ ഇന്നർ ചൈൽഡ് വൂണ്ടാണെന്ന് മനസ്സിലാക്കാം. അടുത്താണ് അറ്റാച്ച്മെന്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എപ്പോഴും ഒരു ഇമോഷൻ ഇൻറ്റിമസി ആരിൽ നിന്നും ഭയപ്പെടും. അതായത് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം തന്നെ ചിലപ്പോൾ നിങ്ങളെ റിലേഷൻ ആയിരിക്കും എന്താവട്ടെ, അടുക്കുന്നതനുസരിച്ച് നിങ്ങൾ അകലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയില്ല. അതായത് ഇതിൻ്റെ ഇന്നർ ചൈൽഡിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയില്ല നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ സയൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ വൂണ്ടഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കും. അന്നേരം എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യും, ആ ഇമോഷൻ ഇൻറ്റിമസി, അതായത് നിങ്ങൾക്ക് ആരും ഇമോഷനിൽ അടുക്കാൻ പറ്റാത്തത്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, സ്നേഹിക്കാൻ പറ്റാത്തത് എല്ലാം തന്നെ ഇന്നർ ചൈൽഡ് വൂണ്ടായത് കൊണ്ടാണ്. കാരണം അറ്റാച്ച്മെന്റ് എപ്പോഴും പെയിനാണ് നിങ്ങൾക്ക് നൽകുക. അടുത്ത കാര്യമാണ് കോൺസ്റ്റന്റ് നീഡ് ഫോർ വാലിഡേഷൻ. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇടും, എന്നിട്ട് ചോദിക്കും നിങ്ങൾ പങ്കാളിയോട് അല്ലെങ്കിൽ മക്കളോട് എങ്ങനെയുണ്ട് നല്ല രസമുണ്ടോ. കാരണം നിങ്ങൾക്ക് സെൽഫ് വാലിഡേഷൻ ഇല്ല. എന്ത് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ വാലിഡേഷൻ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യു സീക്ക് അപ്രൂവൽ ഫ്രം അതേഴ്സ് ടു ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അപ്രൂവലും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി വരും നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇന്നർ ചൈൽഡ് വൂണ്ടഡ് ആണ്. അടുത്ത കാര്യമാണ് ഡിഫിക്കൽട്ടി ടു എക്സ്പ്രസിങ് ഇമോഷൻ. അതായത് സന്തോഷവും സങ്കടവും തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ ഇമോഷൻ നംനെസ് ആണ്. നമ്മൾ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ഒരു ഇമോഷൻ നംനെസ്, അതായത് എനിക്കിപ്പോൾ എൻ്റെ ചിരി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ്, ഞാൻ ആക്കി ചിരിക്കുന്ന പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുമോ ഹാപ്പി ആയിരിക്കുമോ, അതല്ല, ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷമാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും ജോയ്ഫുൾ ആയിട്ടിരിക്കും എന്ന് ഞാൻ പറയാറില്ല. കാരണം ഞാൻ എപ്പോഴാണ് സന്തോഷിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹീൽ ചെയ്തതിന് ശേഷമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ എൻ്റെ കണ്ടു നോക്കിയാൽ മതി, പണ്ടത്തെ വീഡിയോ എങ്ങനെയുണ്ട് എന്ന്. അതിൽ എനിക്ക് ചിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, വൂണ്ടഡാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ കുറേ കുറ്റബോധം, ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള രീതിയിൽ. അന്നേരം എനിക്ക് തോന്നും ഈ മോട്ടിവേഷൻ, എനിക്ക് വരെ മോട്ടിവേഷൻ തോന്നുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത്? കാരണം എനിക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നില്ല. ഈ ഹാപ്പിനെസ് ഫീൽ ചെയ്യാത്തോടുന്ന കാലം ഞാൻ എങ്ങനെയാണ് ഹാപ്പിനെസ്സിനെ എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുക? ആ ഒരു ഹാപ്പിനെസ്സിനെ, അതായത് ഹീൽ ചെയ്ത് വന്നതിന് ശേഷം എൻ്റെ ഉള്ളിൽ ആ കുട്ടിയെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. ലാക്ക് ഓഫ് പ്ലേ ഓർ ജോയ്. അതായത് നിങ്ങളെപ്പോഴും നിങ്ങളെ ക്രിയേറ്റീവ് സൈഡിൽ നിന്ന്, നിങ്ങളെ പ്ലേഫുൾ, അതായത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകർന്നു നിൽക്കുകയാണ്. കാരണം സന്തോഷം എന്തിനാണ് സന്തോഷിക്കുന്നത്? എല്ലാം കഴിഞ്ഞില്ലേ, എല്ലാം അവസാനിച്ചില്ലേ, ഇത്ര പ്രായമില്ലേ എന്നൊക്കെ രീതിയിൽ നിങ്ങൾ ലൈഫിലെ ചിന്ത വരികയാണ് എന്ന് കരുതാം. ഈ പറയുന്ന മെയിനായിട്ടുള്ള പോയിന്റ്സ് ആണ് നിങ്ങളെ ഇന്നർ ചൈൽഡ് വൂണ്ടഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഇത് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്ന സ്ലൈഡാണ്. പക്ഷെ പലപ്പോഴും ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയില്ല എന്താണ് ഇന്നർ ചൈൽഡ് വൂണ്ട്സിന്റെ സയൻസ് എന്നുള്ളത്. അതായത് ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ സയൻസ് എല്ലാം തന്നെ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഞാൻ ഇന്നർ ചൈൽഡിനെ കുറിച്ചുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തു, ഹീലിങ്ങിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, പിന്നെ ഞാൻ കുറേ ബുക്കുകൾ റെഫർ ചെയ്തു, കുറേ മെൻറ്ററിങ്, കുറേ രീതിയിൽ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുത്തു. അതെനിക്ക് മനസ്സിലായി ഈ പറയുന്ന മേജർ പോയിന്റ്സ് എല്ലാം തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതായത് അതിനെ ഹീൽ ചെയ്ത് വരുന്ന സമയത്താണ് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുക. ചിലപ്പോൾ അത് കുട്ടിക്കാലത്ത് വേണമെന്നില്ല, ചിലപ്പോൾ അത് കുടുംബ ജീവിതത്തിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ സ്കൂൾ ലൈഫിലായിരിക്കാം. അങ്ങനെ വൂണ്ട്സ് വരികയാണെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഹീൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മളെ പ്രസൻറ്റ് ലൈഫിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയിട്ട് അതിനെ ഹീൽ ചെയ്ത് വന്നതിന് ശേഷം എൻ്റെ ഉള്ളിൽ ആ സന്തോഷം എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. അതായത് ഇപ്പോൾ നിങ്ങൾ എന്നെ നല്ല കാര്യം പറയണമെന്ന് പോലുമില്ല, എനിക്ക് സന്തോഷം കണ്ടെത്തുന്നത്. കാരണം എൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഒരിക്കലും മറ്റുള്ളവർ എന്നെ പുകത്തിക്കഴിഞ്ഞാൽ സന്തോഷിക്കുന്നില്ല. കാരണം എൻ്റെ ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് വരുന്നതാണെന്നുള്ള ഞാൻ ഫീൽ ചെയ്യുന്നു. അതായത് ഞാൻ എൻ്റെ കഴിവിനെ തിരിച്ചറിഞ്ഞു, ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അതിനാണ് നമ്മളെ സന്തോഷം എന്ന് പറയുന്നത്. അതിനെ ഇപ്പോൾ അലൈൻമെന്റ് മാസ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന ഒരു 5 ദിവസം നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെയാണ്. അതേപോലെ തന്നെ മെഡിറ്റേഷൻ, ഇതേപോലുള്ള പ്രസൻറ്റേഷൻ വെച്ചിട്ടുള്ള ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പ്രസൻറ്റേഷൻ വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. അതോടൊപ്പം തന്നെ കുറേ ഇങ്ങനെ പേഴ്സണൽ ടാസ്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ക്ലാസ്സെല്ലാം കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇതിൽ യാമിനി, ബീന യാമിനി ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിലായിരുന്നു, ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെയുള്ള ക്ലാസ്സാണ് അലൈൻമെന്റ് മാസ്റ്ററി. അലൈൻമെന്റ് മാസ്റ്ററിയിൽ ജോയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകണമെന്ന് ചില ആൾക്കാർ തട്ടിയും മുട്ടിയും പോകണം, അല്ലെങ്കിൽ നല്ലൊരു മാറ്റം സംഭവിക്കണം, ലൈഫിൽ നല്ല ഹാപ്പി ആയിട്ട് പോകണം, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു ക്ലാസ്സാണ്. ഞാൻ തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. നിങ്ങളിപ്പോൾ ഈ സയൻസ് നിങ്ങൾക്ക് കൂടുതൽ ക്രിട്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഒരു പ്രതീക്ഷയിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതിൽ നൽകുന്ന മെഡിറ്റേഷൻ ഇപ്പം നമ്മൾ നൽകിയില്ലേ, ഇപ്പം ലോട്ടറിയുടെ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻസ്, അതിൽ നൽകുന്ന ബൈനോറി മ്യൂസിക് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള മെഡിറ്റേഷൻസ് എല്ലാം ഉണ്ട്. എന്തായാലും എല്ലാവരും കൃത്യമായ രീതിയിൽ ഇപ്പം അലൈൻമെന്റ് മാസ്റ്ററി തുടങ്ങണമെങ്കിൽ 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത് സ്റ്റാഫ് അത് ഹാൻഡിൽ ചെയ്യും, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ. ഞാൻ വീണ്ടും പറയാണ്, കൂടുതൽ പേരെ ഇപ്പോൾ 1000 മെമ്പേഴ്സിനെ അല്ലെങ്കിൽ 2000, 3000 മെമ്പേഴ്സിനെയോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും അതായത് ഉള്ള മെമ്പേഴ്സിന് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പലപ്പോഴും ഞാൻ പല ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക അറിയാമോ, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഡൗട്ട്സ് ചോദിക്കുന്ന സമയത്ത് അവർ 1 മണിക്കൂർ കഴിയാൻ അന്നേരം തന്നെ ഓഫ് ചെയ്യും. ഡൗട്ട്സ് ചോദിക്കുന്നത് തെറ്റാണെന്ന് പറയും, ഡൗട്ട്സ് ചോദിക്കാൻ പാടില്ല, കാരണം അത് നെഗറ്റീവാണ്. മനസ്സിൽ ഇങ്ങനെ കുറേ ഡൗട്ടും കാര്യങ്ങളും വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം തന്നെ കളിക്കും. അവസാനം ലോ ഓഫ് അട്രാക്ഷൻ നടക്കുകയില്ല, പൈസയും പോകും. അന്നേരം ഞാൻ എന്ത് ചെയ്യും, 1 മണിക്കൂർ ക്ലാസ് ആയിട്ട് ബാക്കിയുള്ള ടൈം നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാമെന്ന് പറയും. ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ സംശയങ്ങളും ഓരോ കാര്യങ്ങളും മറുപടി കൊടുത്തിട്ടാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്ലാസ്സാണ് അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ. തിങ്കൾ മുതൽ ശനി വരെ ക്ലാസ് ഉണ്ടാവും, ഞായറാഴ്ച ഓഫാണ്, ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അലൈൻമെന്റ് മാസ്റ്ററി കുറിച്ച് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അതിൽ കുറേ മെഡിറ്റേഷൻസ്, കുറേ ടെക്നിക്സ് എല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് മെഡിറ്റേഷനാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് ആണ് ആൾക്കാർക്ക് ആവശ്യമുള്ളത്, കുറച്ച് ടെക്നിക്സ് കാര്യങ്ങൾ മാത്രമല്ല. ഹീലിംഗ് കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. ബേസിക്കലി എൻ്റെ ലൈഫിൽ മെഡിറ്റേഷന് എങ്ങനെയാണോ പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ ഹീലിങ്ങിന് എങ്ങനെയാണോ എൻ്റെ ലൈഫിൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്, ആ ഒരു ചേഞ്ചസ് ഞാൻ മറ്റുള്ളവരുടെ ലൈഫിൽ നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഇന്നർ ചൈൽഡ്. അതായത് നിങ്ങൾ ഈ പോയിന്റ്സ്, ഞാൻ പറഞ്ഞ പോയിന്റ്സ് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അതിനെ ഹീൽ ചെയ്യുക. ഇപ്പം ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ലൈവിൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ലൈവ് മെഡിറ്റേഷൻസ് നൽകിയിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഇന്നർ ചൈൽഡിൻ്റെ മെഡിറ്റേഷൻ ചെയ്തിട്ട് അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങളുടെ സ്റ്റോറീസോ കാര്യങ്ങളോ ഷെയർ ചെയ്യാം. ഏകദേശം 1 മണിക്കൂർ ക്ലാസ് പറഞ്ഞാണ് 1.5 മണിക്കൂറായി തോന്നുന്നു. ഓക്കെ, അതാണ് സാർ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ മെഡിറ്റേഷൻ പറഞ്ഞില്ലേ, അതൊന്ന് ഗ്രൂപ്പിലേക്ക് ഇടാവോ? അത് എന്റെ യൂട്യൂബില്ലേ, ഞാൻ അതാ പറഞ്ഞത്, കഴിഞ്ഞ മുന്നത്തെ ഞായറാഴ്ചയില്ലേ ആ വീഡിയോ ഉണ്ടാ, അത് കണ്ടാ മതി. ഓക്കെ ഓക്കെ, അതെന്റെ ഓക്കെ അടിച്ചു കൊടുത്താൽ വരുമല്ലോ അല്ലേ? അതെ, ലിങ്ക് അടിച്ചു കൊടുത്താൽ വരും. ഓക്കെ, ചോദിക്കാം. സാറേ, എന്റെ പേര് ബിന്ദു. ഞാൻ ആദ്യമായിട്ട് സാറിന്റെ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു സാറിന്റെ മെഡിറ്റേഷൻ സമയത്ത്. ഇപ്പൊ ഞാൻ ലോട്ടറി നോക്കി 500 രൂപ അടിച്ചിട്ടുണ്ട്. ഞാനത് കൈ വെച്ചുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്തത്. ഇപ്പം തന്നെ അടിച്ചോ? 500 രൂപ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം തന്നെ അടിച്ചില്ലേ? എന്തായാലും സന്തോഷം. ഓക്കെ ഓക്കെ, താങ്ക്സ് സോ മച്ച്. ഓക്കെ, അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് കൊടുക്കാം എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത്. ഹലോ, നമ്പർ ലാസ്റ്റ് 7993. ഇന്നത്തെ സമൃദ്ധിയുടെ ലോട്ടറി ആയിരുന്നു. ഞാനിത് ഇന്നിപ്പോ പാലായി പോയിട്ട് വന്ന വഴിക്ക് ഞാൻ ലോട്ടറി എടുത്തോണ്ടായിരുന്നു പോരുന്നതേ. അപ്പൊ ഇപ്പൊ സാറ് ലോട്ടറിയുടെ ക്ലാസ് ഞാൻ ട്രെയിനിനകത്ത് വെച്ച് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ട്രെയിനിനകത്ത് വെച്ച് തന്നെ ഞാൻ ക്ലാസ് കേട്ടോണ്ടാ വന്നത്. ഇപ്പൊ ഞാൻ വീട്ടിൽ വന്ന് മെഡിറ്റേഷൻ സമയത്ത് ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ലോട്ടറി എന്റെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാ ഞാൻ എഴുതിക്കൊണ്ട് ലോട്ടറി നോക്കിയപ്പോ 500 രൂപ അടിച്ചിട്ടുണ്ട്. അതെ, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സക്സസ് സ്റ്റോറി കേൾക്കുന്നത്. അതായത് എടുക്കുകയും ചെയ്തു, അടിക്കുകയും ചെയ്തു. 500 രൂപ. ഇനി ഇത് 5000, 5 ലക്ഷമോ 50 ലക്ഷമോ 5 കോടി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി ഇതേപോലുള്ള സക്സസ് സ്റ്റോറീസ് ആരെങ്കിലും ഷെയർ ചെയ്യാം. നല്ല റിസൾട്ട് കേട്ടോ.
ഓക്കെ ഓക്കെ, എന്തായാലും എല്ലാവരെയും ഓക്കെ, എന്തായാലും സന്തോഷം. ഓക്കെ, എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇത്രയധികം ലൈവിൽ പങ്കെടുത്തതിനും ഞാൻ എല്ലാവരോടും നന്ദി പറയാണ്. നിങ്ങളെ ഓരോ വ്യക്തികളുടെ ലൈഫിലും വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ല തന്നെ നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇടയ്ക്കെല്ലാം ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ചയിലും ലൈവ് ഉണ്ടാവും, ഫ്രീ ലൈവ് ഉണ്ടാവും. എല്ലാ ദിവസങ്ങളിലും ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രീ ലൈവായിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ്. യൂട്യൂബിൽ ലൈവിൻ്റെ ഡെയിലി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം. എല്ലാവരുടെ ജീവിതത്തിനും വീണ്ടും ആ ദൈവികമായ ചൈതന്യത്തിൻ്റെ അനുഗ്രഹം നമ്മളെ ലൈഫിലുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക്. അതിന് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഹലോ സർ. ആ ഹലോ പറഞ്ഞു. സാർ, ഈ വിഷ്വലൈസേഷൻ ഓപ്പനോ ലോ ഓഫ് അട്രാക്ഷൻ്റെ മെഡിറ്റേഷൻ സാർ ഇതിൽ തന്നിട്ടുണ്ടല്ലോ യൂട്യൂബില്. അത് എല്ലാ ദിവസവും രാവിലെ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഫ്രീ ക്ലാസിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി 3 മെഡിറ്റേഷൻ നൽകുന്നുണ്ട്. അത് നിർബന്ധമായി ചെയ്യണം. പിന്നെ ആ പോസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും, കുറച്ച് ടെക്നിക്സും കാര്യങ്ങളുണ്ടാവും, അത് ചെയ്യണം. ഇപ്പൊ നമ്മൾ 28 ദിവസവും ഹോപ്നോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. അത് ഓരോ ദിവസവും ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാം. ഇപ്പൊ ആഗ്രഹം മനസ്സിലിരിക്കുക, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 വേർഡ്സും പറയണം. ആ രീതിയിലാണ് ക്ലാസ് നടക്കുന്നത്. ക്ലിയർ ആയോ? നമ്മൾ നൽകുന്ന മെഡിറ്റേഷൻസ് ഓരോ ദിവസവും ഓരോ ആഗ്രഹങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ന് 25ാമത്തെ അല്ലേ ഉള്ളത്, 25ാമത്തെ ആഗ്രഹം. ഇപ്പൊ അത് ചിലപ്പോൾ അതൊരു കുറി ആവാം, ചിലപ്പോൾ അതൊരു എന്തെങ്കിലും ഒരു വ്യക്തിയെ കാണുന്നതാവാം, റിലേഷൻഷിപ്പിന്റെ ആവാം, എന്തുകൊണ്ടേ. ഇപ്പം ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ആ ആഗ്രഹം പറഞ്ഞുകൊണ്ട് വേണം പറയാൻ. ക്ലിയർ ആയോ? ഡെയിലി ആ മെഡിറ്റേഷൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ സർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. താങ്ക് യു സോ മച്ച്.